ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് ആദ്യം തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസ പരിശീലനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ പല രാജ്യങ്ങളിലുമുള്ളൊരു ടെൻഡൻസി അവിടുത്തെ ആളുകൾ പറയണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഈ അപ്പനും അമ്മയും കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ അധികം ശ്രദ്ധിക്കുന്നില്ല. അപ്പം അവരിൽ ചിലരുടെ അഭിപ്രായം ഇങ്ങനെയാണ്: അവർ വേണമെങ്കിൽ വലുതാകുമ്പം പോയി അന്വേഷിച്ച് ഇതൊക്കെ കണ്ടുപിടിച്ചോളും, ഞങ്ങളായിട്ടതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കും, ഞങ്ങളായിട്ട് മാമോദിസ മുക്കില്ല, ഞങ്ങളായിട്ട് അവരെ ഇതൊന്നും പഠിപ്പിക്കില്ല, വേണമെങ്കിൽ വലുതാകുമ്പം അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. ഹല്ലേലൂയ. ഞാനും ചിന്തിച്ചത് യൂറോപ്യൻ കൾച്ചറിൻ്റെ ഒരു സ്വതന്ത്ര ചിന്ത, നല്ല ബുദ്ധിമാന്മാർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ച്. അത് അവിടെ മാത്രമല്ല, ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ചില പ്രദേശങ്ങളിൽ അങ്ങനത്തെയുള്ള ചില ചിന്തകൾ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെ അങ്ങനത്തെ ചില കുരുട്ടുബുദ്ധി ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും അതൊരു കുരുട്ടുബുദ്ധിയാണത്. ഞാൻ തിരിച്ചു വന്ന് ദൈവവചനം പഠിച്ചപ്പോൾ ആ ചിന്താരീതി പൈശാചികമാണെന്നും ദൈവികമായ ചിന്ത എന്താണെന്നും നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽക്കൽമേലും എഴുതി വെക്കണം. ഈ വചനം വായിച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നി, ദൈവമേ, ഇതൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്: ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആദ്യത്തെ കൽപ്പനയാണത്. ദൈവത്തിന്റെ ഓരോ വചനങ്ങളും ദൈവത്തിന്റെ ഓരോ പ്രമാണങ്ങളും അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. തക്ക സമയത്ത് അത് ഓരോരുത്തരെയും പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, നമുക്ക് ഒരുവിധം മനസ്സിലാവും. അടുത്ത വചനം വായിച്ചു നോക്കാം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതും നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളിൽ പല ആളുകൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. മക്കളെ പഠിപ്പിക്കുക. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ശരി, മക്കളെ പഠിപ്പിക്കുക. നമ്മൾ ധ്യാനത്തിന് പോയാലും ശരി, മക്കളെ ക്രിസ്ത്യൻ ധ്യാനത്തിന് കൊണ്ടുവിടും. നമ്മൾ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ശരി, മക്കൾ ബൈബിൾ വായിക്കണം. അങ്ങനെ ചില സ്വഭാവം നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, ദൈവം അംഗീകരിച്ചുള്ള സംഗതിയാണ്. നമ്മളെക്കാൾ നമ്മുടെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മക്കളുടെ ആത്മീയ പരിശീലനത്തിന് മക്കളെ ഹൃദയത്തിൽ നിന്ന് ദൈവവചനം കൽപ്പിച്ച് പഠിപ്പിക്കണം. എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് കൊണ്ട് വിടുകയോ എന്തെങ്കിലും ചില കാസറ്റുകൾ വാങ്ങി കൊടുക്കുകയോ ഇതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ കടമ തീർന്നു എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കരുത്. എന്റെയും നിങ്ങളുടെയും മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യം, ഒരു വൈദികൻ എന്ന നിലയിൽ എന്നിലും, ഒരു കുടുംബനാഥ, ഒരു സ്ഥാപനത്തിന്റെ അധികാരി എന്നതിൽ നിങ്ങളിലുള്ള അടിസ്ഥാനപരമായ കർത്തവ്യം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് അത് ജാഗരൂകതയോടെ മക്കളെ കൽപ്പിച്ച് പഠിപ്പിക്കണം. ഈ കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുള്ള ഓരോ അപ്പനും ഓരോ അമ്മയും ഈ ലോകത്തിൽ പെരുകുന്ന പാപത്തിന് ദൈവത്തിന്റെ ന്യായപീഠത്തിങ്കൽ കണക്ക് ബോധിപ്പിച്ചേ മതിയാവൂ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രതികൂലത്തിന്റെയും കണ്ണുനീരിന്റെയും പിന്നിൽ കിടക്കുന്ന ഒരു കാരണം, ഞാനും നിങ്ങളും കൽപ്പിച്ച് പഠിപ്പിക്കാത്തത് വഴി ഈ ഭൂമിയിൽ നിത്യ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ നിലവിളി ദൈവസന്നിധി ഉയരുകയാണ്.
പിന്നെ ഇവിടെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കാമെന്നും സമാധാനത്തിൽ കിടക്കാമെന്നും കുറച്ച് പണവും കുറച്ച് വീടും ഉണ്ടാക്കിയാൽ എല്ലാം ശരിയായെന്നും ധരിച്ചു വശാകണ്ട. അത് വേട്ടയാടുക തന്നെ ചെയ്യും. നിത്യത നഷ്ടപ്പെട്ട ആത്മാക്കളുടെ നിലവിളി എന്റെയും നിങ്ങളെ സമാധാനം തകർക്കുന്ന ഒരു തിന്മയായി എന്റെയും നിങ്ങളുടെ ജീവിതത്തെ ഗ്രസിക്കും എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അച്ഛൻ നില എന്റെയും ഒരു കുടുംബത്തിന്റെയും ഒരു സ്ഥാപനത്തിന്റെയും അധികാരി നില ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു തിന്മയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തിന്റെ പ്രഹരമേൽക്കും എന്ന് ഞാൻ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ആദ്യത്തിൽ തന്നെ ദൈവം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞത്, നിങ്ങൾ അധ്വാനിച്ച് ധാരാളം എസ്റ്റേറ്റ് പിടിപ്പിക്കുക എന്നൊന്നല്ല. കുടുംബത്തിലെ സമാധാനവും അഭിവൃദ്ധി ഉയർച്ചയ്ക്ക് ഉണ്ടാകാനുള്ള അനുഗ്രഹത്തിന്റെ രാജകീയ പാത മക്കളെ വചനം കൽപ്പിച്ച് പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി കത്തോലിക്ക നിലയിൽ ഇത് ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് വായിച്ചു നോക്കിയേ, അതാണ് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി. എന്താണത്? അത് വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോ എപ്പോഴും വചനം പറയണം. അത് നടക്കുന്ന കാര്യമാണോ? ഊണ് കഴിക്കുമ്പോൾ വചനം പറയണം, കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കുക, ചമ്മന്തി അരയ്ക്കുമ്പോൾ വചനം പറഞ്ഞ് ചമ്മന്തി അരയ്ക്കുക, സ്കൂളിലേക്ക് പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ എപ്പോഴും വീട്ടിലായിരിക്കുമ്പോഴൊക്കെ വചനം പറയണം. അടുത്തത് യാത്ര ചെയ്യുമ്പോഴും വചനം പറയണം. അത് കുറെയൊക്കെ നമുക്ക് ചെയ്യാന്ന് വിചാരിക്കാം, ആരെങ്കിലും കണ്ട വഴിയിലൊക്കെ വചനം പറയാം. ഇനി അടുത്തത് നോക്ക്, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. രാത്രി എന്ന് വിചാരിച്ച് വചനം നിർത്താൻ സമയമായില്ല. രാത്രിയിൽ ഉറങ്ങണത് വരെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. നേരം വെളുത്ത് എഴുന്നേറ്റാൽ അപ്പൊ തൊട്ട് ചറപറാന്ന് പറഞ്ഞ് വീണ്ടും വചനം തുടങ്ങും. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ വചനം പറയണം. എന്നിട്ടും തീർന്നില്ല. അടുത്തത് ഇതൊക്കെ ഒരുവിധം ചെയ്യാന്ന് വിചാരിക്കാം. അടുത്തത് അവ കയ്യിൽ ഒരടയാളമായി ധരിക്കണം. കയ്യിൽ അടയാളമായി ധരിക്കാന്ന് പറഞ്ഞെന്താ? ഈ ലോഹയുടെ ഇവിടുന്ന് ബാക്കിയുള്ള ഭാഗം എല്ലാം വചനം എഴുതി വെക്കാം. വിരലെ വചനം, നഖത്തെ വചനം, കൈപ്പത്തി ഇങ്ങനെ നോക്കിയാ വചനം, ഇങ്ങനെ നോക്കിയാ വചനം, തിരിച്ചാലും വചനം, മറിച്ചാലും വചനം. നിന്റെ കയ്യിൽ അതൊരു അടയാളമായി നീ ഇങ്ങനെ ഒരു ബെൽറ്റ്, ഇങ്ങനെ ഒരു ചരടം കെട്ടി നടക്കണില്ല, അതുപോലെ വചനം എഴുതി കെട്ടി നടക്കുക. വാച്ച് ഇങ്ങനെ ഒരു ഇതിടുന്ന പോലെ, സ്ട്രാപ്പ് ഇടുന്ന പോലെ വചനത്തിന്റെ സ്ട്രാപ്പ് ഇട്ട് നടക്കുക. നടക്കണ കാര്യമാണോ? പറ, നടക്കുവോ? നിങ്ങളെ പോലെ തന്നെ ഞാൻ ചിന്തിച്ച് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ കർത്താവ് ഒരു ആലങ്കാരികമായി പറഞ്ഞതായിരിക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത. ഹല്ലേലൂയ. ഇതിനേക്കാൾ കടുപ്പാണ് അടുത്തത്. കയ്യിൽ അടയാളമായും നെറ്റിത്തടത്തിൽ ഒരു പട്ടമായും അണിയണം. കഷണ്ടി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വലിയ വട്ടം, മുടിയുള്ളവർക്ക് കുറച്ച് വചനം. ഇവിടെയുള്ള പല ചേട്ടന്മാർക്കും കൂടുതൽ വചനം എഴുതാൻ കർത്താവ് നല്ലൊരു തല നൽകിയിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ചിരികടം എനിക്ക് മനസ്സിലായത് ആരും ഉദ്ദേശിച്ചുള്ള ചിരിയാണ്. ഹല്ലേലൂയ. കംപ്ലീറ്റ് മുകളിലേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് വചനം. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. കൺപീലിയെ വചനം, കൺപോളയെ വചനം, നെറ്റിയെ വചനം, ചെവിയിൽ വചനം തൂക്കിയിടുക. എന്തിനാ കമ്മലൊക്കെ? വചനം തൂക്കിയിട്ട് നടക്കുക. എന്നിട്ടും തീർന്നില്ല. അടുത്തത്, അവ നിങ്ങളുടെ വീടിന്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽക്കലുമേലും എഴുതി വെക്കണം. ശരീരത്തിൽ മാത്രം പോരാ, നെറ്റിയെ വചനം, കണ്ണേ വചനം, ചെവിയെ വചനം, കഴുത്തേൽ വചനം, ശരീരത്തിൽ മൊത്തം വചനം, പറ്റുമെങ്കിൽ ലോഹയിലും എഴുതി വെക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് മാത്രം പോരാ, കാലേ വചനം, തിരിഞ്ഞാലും മറിഞ്ഞാലും വചനം, വയറേ വചനം. പ്രൈസ്. വീട്ടിലേക്ക് ചെന്നാൽ പാത്രത്തിലെല്ലാം വചനം, ചായച്ചട്ടിയെ വചനം, പ്രഷർ കുക്കറെ വചനം, ഉള്ളിലും വചനം, പുറത്തും വചനം. എന്നിട്ടും തീർന്നില്ല. വീട്ടിന്റെ കട്ടിൽപ്പടിമേലും പടിവാതിക്കമേലും ജനലിലും വാതിലിലും എല്ലായിടത്തും വചനം എഴുതി വെക്കുക. ഇത്രയായപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇച്ചിരി അധികം പറ്റാണ്. ഇത്രയൊന്നും, എല്ലാത്തിനൊരു പരിധി വേണം.
അത്രയൊന്നും പാടില്ല. അതൊക്കെ ഒരു എല്ലാം വെർച്വൽ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. അതിനൊക്കെ ഒരു മിതമായ രീതിയുണ്ട്. ഇത് ഇതൊക്കെ ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതുകൊണ്ട് ഈ വചനം എനിക്ക് 10, 30, 40 വയസ്സാകണ വരെ മനസ്സിലായില്ല. എന്നാൽ ഇതായി 5-8 മാസം മുമ്പ് എനിക്ക് എല്ലാം മനസ്സിലായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സോജി ഓലിക്കലച്ചൻ ഇംഗ്ലണ്ടിൽ പോയി ഇപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോജി ഓലിക്കലച്ചനെ കാണാൻ വേണ്ടി ഞാൻ ഒരു ദിവസം ബർമിംഗ്ഹാമിൽ പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സോജി ഓലിക്കലച്ചൻ്റെ കാര്യം പറഞ്ഞ്, വട്ടായിലച്ച, ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ കണ്ടു. ഞാൻ പറഞ്ഞത് നല്ല കാര്യം. ഇവിടെ ആ ക്രിസ്ത്യാനിയുടെ അനുഭവം കേട്ടപ്പോൾ എനിക്ക് ഷോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു. അവിടെ അങ്ങനെ പല അനുഭവങ്ങളും വരാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ വിചാരിച്ചത് ഇനി വല്ല കുഴപ്പമുള്ള അനുഭവമാണെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു എന്ത് അനുഭവം അവിടെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഇവിടെ ഒരു മലയാളി ക്രിസ്ത്യാനി ഒരു കട നടത്തുന്നുണ്ട്, ഒരു മാർക്കറ്റ്, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. അവിടെ ഒരു ബ്രിട്ടീഷ് ക്രിസ്ത്യാനി വന്നു. 40-45 വയസ്സ്, നമ്മുടെ ഏതാണ്ട് പ്രായം. അപ്പം ബ്രിട്ടീഷ് ക്രിസ്ത്യാനി വന്നപ്പോൾ മലയാളി ക്രിസ്ത്യാനിയുടെ കടയിൽ യേശുവിൻ്റെ ഒരു രൂപം ഇരിക്കുകയാണ്. നമ്മുടെ തിരുഹൃദയ രൂപം, യേശുവിൻ്റെ രൂപം, ഇതുപോലത്തെ രൂപം ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ക്രിസ്ത്യാനി ആകെ വളരെ ജിജ്ഞാസാഭരിതനായി. അദ്ദേഹം ചോദിക്കുകയാണ്, ഹൂ ഈസ് ദിസ്? എനിക്ക് വയ്യ. 40-45 വയസ്സ് വരെ ഈ ഭൂമി ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ആ ബ്രിട്ടീഷ് ക്രിസ്ത്യാനി ചോദിക്കുന്നു, ഹൂ ഈസ് ദിസ്? ഈശോയുടെ ദീർഘതയ രൂപം കണ്ടിട്ട് ഉടനെ നമ്മുടെ മലയാളി ക്രിസ്ത്യാനി അപ്സെറ്റായി. മലയാളി ക്രിസ്ത്യാനി ചിന്തിച്ച്, ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്, ഇയാളുടെ പേര് ക്രിസ്ത്യാനിയുടെ പേര് പാട്ടിരിക്കുന്നു, അങ്ങനെ അതാണ് നല്ലൊരു ക്രിസ്ത്യാനിയുടെ പേര്. പക്ഷേ ഈശോയുടെ രൂപം കണ്ടപ്പോൾ അറിയാൻ പാടില്ല, ഹൂ ഈസ് ദിസ് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഈ മലയാളി ക്രിസ്ത്യാനി അപ്സെറ്റായിട്ട് ഒരു മറുപടി പറയാൻ വിട്ടുപോയി. അദ്ദേഹം തന്നെ ചിന്തിച്ച് ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഉടനെ അടുത്ത ചോദ്യം, ഈസ് ഇറ്റ് യുവർ ബോസ്? എന്താ ഇത് കഥ? നമ്മുടെ പാലക്കാട് ചെട്ടിയങ്ങാടിയിലൊക്കെ ചെന്നാലേ ഈ കടയിലൊക്കെ ഇതിന്റെ ഫൗണ്ടറിന്റെയും അല്ലെങ്കിൽ അവരുടെ അപ്പനൊക്കെ മരിച്ചു പോയാൽ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കൗണ്ടമ്പാളയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില സ്ഥലത്ത് അവരുടെ ഫോട്ടോ. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ക്രിസ്ത്യാനി ചിന്തിച്ചിരിക്കുകയാണ്, ഇത് ഒരു പക്ഷേ ഈ കട സ്ഥാപിച്ച ആളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അപ്പന്റെ വല്ല ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഓണറിന്റെ, ഈ കടയുടെ ഓണറിന്റെ ഫോട്ടോ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി മോശമില്ല. ഈസ് ഇറ്റ് യുവർ ബോസ് ചോദിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറയുക? തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം പകർന്നു കൊടുക്കാൻ പരാജയപ്പെട്ട ഒരു തലമുറയുടെ ബാക്കി പത്രമാണ് നിൽക്കുന്നത്. ഹൂ ഈസ് ഹി? ഹി ഈസ് ഹൂ എന്ന് ചോദിച്ചു നിൽക്കുന്നത്. സോജിയച്ചൻ തന്നെ വേറൊരു അനുഭവം പറഞ്ഞു. അവിടെ ഒരു ദിവസം ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, അച്ഛാ എൻ്റെ വീടൊന്ന് വെച്ചിരിക്കണം. അച്ഛൻ പറഞ്ഞു, ഓക്കെ. ഇവിടെ മലയാളികൾ എവിടെ പോയാലും കേരളത്തിൽ അതേ കൾച്ചറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളാണെങ്കിലും മറക്കരുത്. ഇതെല്ലാം കൂടെ പെട്ടെന്ന് മറന്ന് 2 കമ്പ്യൂട്ടറും ഒരു ഇംഗ്ലീഷും 2 മൂറിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം മറന്ന് പിന്നെ ഒരു വാലുമൂടില്ലാതെ നടക്കരുത്. എല്ലാത്തിനും അടുക്കും ചിട്ടയും വേണം. അതുകൊണ്ട് വീട് വെഞ്ചിരിപ്പ് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു കൾച്ചറാണ്. അതുകൊണ്ട് നമ്മുടെ മലയാളി അച്ഛനെ കണ്ടപ്പോൾ, സോജി അച്ഛനെ കണ്ടപ്പം ഈ ചേട്ടൻ, അത് അവിടുത്തെ ഇംഗ്ലീഷുകാർ പലരും വെഞ്ചിരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വരില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് മലയാളി അച്ഛനെ കണ്ടപ്പം തുറന്ന് പറഞ്ഞു, എൻ്റെ വീടൊന്ന് വെഞ്ചിരിക്കണം അച്ഛാ. അച്ഛൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ആ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കയറി വീട് വെഞ്ചിരിക്കാന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു, ഓക്കെ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം കഴിച്ചപ്പോൾ രാത്രി 11:30 പിന്നെ ഇവിടെയൊക്കെ 9 മണിക്കൊക്കെ നിർത്തുള്ളൂ, 9 വരെയൊക്കെ. അവിടെയൊക്കെ ചെന്നാൽ പിന്നെ ആളുകൾ ഇരുന്ന് വചനത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. ഇവിടെയൊക്കെ തിന്ന് മിച്ചം വന്ന് ചില പ്രത്യേക സ്വഭാവമാണ്. പ്രൈസ് ദ ലോർഡ്. അവിടെ ഈ കേരളം അങ്ങോട്ട് വിട്ടാൽ പിന്നെ എല്ലാ ദേശത്തും ജനം ദാഹിക്കുകയാണ് വചനത്തിന് വേണ്ടി. രാവിലെ 8 മണിക്ക് തുടങ്ങി രാത്രി 8 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വചനം കേൾക്കണേ വിദേശ രാജ്യങ്ങൾ എനിക്കറിയാം. ഹല്ലേലൂയ. ഉറക്കെ പറ. അരമണിക്കൂർ ഇടപെട്ട് മൂത്രം ഒഴിക്കാൻ വിടേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ചായ, ഇടിയപ്പം ഇതൊന്നുമില്ല. ഉച്ചയ്ക്ക് ആകെ ഇത്ര ഒരു വിച്ചോ എന്തോ ഒരു സാൻഡ്വിച്ച് എന്തോ സാധനം കൊടുക്കുക, ഒരു ചൊവയില്ലാത്ത സാധനം. അത് കഴിച്ച് പിന്നെ വന്ന് 10-15 മിനിറ്റ് മതി അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്. പിന്നെ ഓടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവിടെ ധ്യാനം 10-11 വരെ ധ്യാനം. അത് കഴിഞ്ഞ് കുറച്ച് പേർ കൊണ്ട് പ്രാർത്ഥിച്ച് 10-12 അച്ഛൻ ഈ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇവർ കാത്തിരിക്കുകയാണ്. അച്ഛൻ നിന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ അവരെല്ലാം ചേട്ടൻ വന്ന് സ്വീകരിച്ചു. എന്നിട്ട് ആ ചേട്ടൻ അച്ഛനോട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ ഫാദർ, ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു.
കുഡ് യു പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള അതിൻ്റെ സ്റ്റെപ്പുകളുണ്ട്, അതനുസരിച്ചാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ 10 മിനിറ്റ് മിണ്ടാതിരുന്നു. അപ്പം ഇവരെന്താ ചെയ്യണമെന്ന് നോക്കിയപ്പോൾ ഈ കുടുംബനാഥൻ പോയിട്ട് മുട്ടുമ്പോൾ നിന്ന് കൊന്തയിലേക്കൊണ്ടിരിക്കുക. അപ്പോൾ കുടുംബനാഥയുണ്ട്, 3 മക്കളുണ്ട്. ഈ 3 മക്കൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. അവരെല്ലാം 5 പേരും മുട്ടുമേ നിന്ന് അയ്യോ പാവയെന്ന് പറഞ്ഞ് കൊന്തയിലേക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോജിയച്ഛൻ അത്ഭുതമായി. സോജിയച്ഛൻ കൊന്തയെല്ലാം കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ച്, ചേട്ടാ എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ ഡൗട്ട് എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടിൽ സന്ധ്യാപ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ട്, പ്രഭാത പ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ട്, ഈ മിഡ് നൈറ്റ് കൊന്ത അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ അർദ്ധരാത്രി കൊന്ത ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയും. അതെന്താണെന്ന് പറഞ്ഞു തന്ന തിരക്കിട്ടില്ല. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അച്ഛാ ഞങ്ങൾ പാവങ്ങളാണ് അച്ഛാ, 2 പേരും കൂടെ ജോലി ചെയ്താലേ ഇവിടെ എന്തെങ്കിലും നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ഈ ലോൺ അടച്ചടച്ച് മടുക്കുക എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഇടത്തോട് തിരിഞ്ഞാൽ ലോൺ, വലത്തോട് തിരിഞ്ഞാൽ ലോൺ, ഇതെല്ലാം ചത്ത് പണിയെടുത്ത് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. അപ്പം അതുകൊണ്ട് ഭാര്യയും ജോലി ചെയ്യണം, ഭർത്താവും ജോലി ചെയ്യണം. ഭാര്യ 12 മണിക്കൂർ ജോലി ചെയ്യുന്ന നേഴ്സാണ് അവിടെ. ഇവിടെയാണ് നേഴ്സുമാർ സൂചിക്കുന്നത്. അവിടെ ചെന്നാൽ ശരിക്കും ചത്ത് പണിയെടുത്തോളും. 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലിയാണ്. അതിനനുസരിച്ച് പേയ്മെൻറ്റും ഉണ്ട്, വെറുതെ ഒന്നല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രാവിലെ 6 മണിക്ക് പോയി വൈകുന്നേരം 6 മണി വരെ വൈഫ് ജോലി ചെയ്യും. അത് കഴിഞ്ഞ് 6 മണിക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും ഇതാ ഭർത്താവ് ജോലിക്ക് പോകണം. 2 പേരും ജോലി ചെയ്തേ മതിയാവും. അപ്പം ഭർത്താവ് ജോലിക്ക് പോകും, കുട്ടീനെ കണ്ട് പോകും. അപ്പോൾ ഭാര്യ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കാറ് കാണും, ഹലോ എന്ന് പറഞ്ഞ് നിർത്തും, ഈ കുട്ടീനെ എടുത്ത് ആ കാറിലേക്ക് കൊടുക്കും. എന്നിട്ട് ഭർത്താവ് അങ്ങനെ അങ്ങോട്ട് കാറിൽ വെച്ചാണ് കുട്ടീനെ കൈമാറുന്നത്. ഇവിടുത്തെ മലയാളികൾ സുഖിക്കുകയാണ്, അവിടെയുള്ളവർ ചത്ത് പണിയെടുക്കുകയാണ്. എന്നിട്ട് ഈ ഭർത്താവ് പിന്നെ രാത്രി മുഴുവൻ ജോലി ചെയ്ത് 12:30 ആകുമ്പോൾ ജോലി നിർത്തിയിട്ട് വരും. ആ 12:30 വരെ ഭാര്യ ഇവിടെ വീട്ടിൽ കാത്തിരിക്കും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് അപ്പം തന്നെ വേഗം ഫ്രഷായി ആദ്യം ചെയ്യുന്നത് സന്ധ്യാപ്രാർത്ഥന അവർ ചെയ്യും. അതുവരെ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ, ഈ UK യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാറ്റഗീസവും പിന്നെ ധ്യാനവും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് വിചാരിക്കരുത്. ദൈവം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും അവിടെ ആർക്കറിയാൻ പാടില്ല. അതുപോലെ ദൈവിക കാര്യങ്ങളെ പുറന്തള്ളിയൊരു സ്വഭാവം അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ കാണുന്നുണ്ട്. അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലാണ് ഈ 3 സ്റ്റുഡൻസ് മക്കൾ പഠിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഇതാ ഈ രാത്രി അർദ്ധരാത്രി ഒരു അപ്പം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പൻ വന്ന് ഫ്രഷായ ഉടനെ ഇവർ ചെയ്യണത്, ഇവർ 5 പേരും കൂടെ മുട്ടുമ്മൻ നിന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുകയാണ്. നമ്മുടെ ഇവിടുത്തെ കൊന്ത അതങ്ങ് ചൊല്ലി ശരിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഈശോമിശിഹായി എത്രയും തേളമത കഴിഞ്ഞിട്ട് ഈശോമിശിഹായിക്ക് സ്തുതികൾ രീതിയുണ്ട്, അത് അവിടെ ഉണ്ട്. അങ്ങനെ അവിടെ സ്തുതിയെല്ലാം കൊടുത്ത് പിന്നെ ഇച്ചിരി ഭക്ഷണമൊക്കെ വേഗം കഴിച്ചിട്ട് കടന്നുറങ്ങും. എന്നിട്ട് ഭാര്യ വെളുപ്പിന് എഴുന്നേറ്റ് 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് ജോലിക്ക് പോകും. ഇത് സോജിയച്ഛൻ കേട്ടപ്പോൾ സോജിയച്ഛൻ അത്ഭുതമായി. കാരണം അവിടെ ഒരു നിർബന്ധമില്ല, പ്രാർത്ഥന നിർബന്ധമില്ല, പള്ളിപ്പോക്ക് നിർബന്ധമില്ല, കുമ്പസാരം നിർബന്ധമില്ല, വെഞ്ചിരിപ്പ് നിർബന്ധമില്ല, ഒന്നും നിർബന്ധമില്ല. പക്ഷേ ഈ 5 പേര് ഒറ്റക്കെട്ടായി ആത്മീയ കാര്യങ്ങൾ അഭ്യസിക്കുകയാണ്. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ കാർന്നോമാരായിട്ട് ഇത് പഠിപ്പിച്ച. ഹല്ലേലൂയ. അപ്പനും അമ്മയ്ക്കും കിട്ടിയ വിശ്വാസം അവരുടെ ജീവിതത്തിൽ നന്നായിട്ട് അങ്ങോട്ട് ജീവിക്കുന്നത് കണ്ടു വളർന്ന ഒരു തലമുറയാണ് ഇപ്പൊ അവിടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് ഉണക്ക ആശയങ്ങളല്ല. ഏതെങ്കിലും പുസ്തകം നോക്കി വായിച്ചും ഏതെങ്കിലും ചില കാസറ്റ് കേട്ടും അങ്ങനെ പഠിക്കാവുന്നൊരു സംഗതിയല്ല വിശ്വാസം. വിശ്വാസം എന്നത് കൺനിറയെ കണ്ട്, ചെവി നിറയെ കേട്ട്, ഹൃദയം നിറയെ അനുഭവിച്ച്, അങ്ങനെ കുടിച്ചും തിന്നും രുചിച്ചും അനുഭവിച്ച് മണത്തും വളരേണ്ട ഒരു സംഗതിയാണ് വിശ്വാസ ജീവിതം. അപ്പനും അമ്മയും ജീവിക്കുന്നത് കണ്ട്, അപ്പനും അമ്മയും ദൈവത്തിന്റെ ആ വഴികളോട് നടക്കുന്നത് കണ്ട്, അതിനുവേണ്ടി വേദന എടുക്കുന്നത് കണ്ട്, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് കണ്ടും കേട്ടും തൊട്ടും രുചിച്ചും മക്കൾ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വളർന്നു വരണം. അങ്ങനെ അവർ വിശ്വാസത്തിന്റെ അനുഭവത്തിൽ വളർന്നു വന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും വിശ്വാസം ഉപേക്ഷിച്ചാലും ശരി, ഇവരുടെ വിശ്വാസത്തെ ഒരാൾക്ക് ഇളക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമായ സംഗതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ കേരളത്തിൽ ഇന്ന പ്രദേശത്ത് ഇന്ന ഗ്രാമത്തിൽ വളർന്ന കുടുംബമാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയും പള്ളി പോകുമായിരുന്നു. ഞങ്ങളുടെ അപ്പനും അമ്മയും സന്ധ്യാമണി അടിക്കുമ്പോൾ വീട്ടിൽ വന്ന് പ്രാർത്ഥന തുടങ്ങുമായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും സന്ധ്യാമണി അടിക്കുമ്പോൾ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് വരണം നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഉപവാസങ്ങളുണ്ടായിരുന്നു. ആ അപ്പനും അമ്മയും പറഞ്ഞു, അത് മുഴുവൻ ഞങ്ങൾ അങ്ങനെ അപ്പനും അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചതാ. അത് മുഴുവൻ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ മക്കളെ ഞങ്ങൾ നിർബന്ധിക്കാറില്ല. അങ്ങനെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ ഈ അപ്പനും അമ്മയും ജീവിക്കുന്നത് കണ്ടിട്ട് ഈ മക്കള് അതേ ചൈതന്യത്തിൽ വളർന്നു വരിക. നോക്ക്,
അപ്പൻ്റെയും അമ്മയുടെയും വിശ്വാസം അവർ ജീവിച്ച് 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 വന്നപ്പം അത് കണ്ട് പകർന്നെടുത്ത് ആർജിച്ചെടുത്ത് വളർന്നൊരു തലമുറയും ഈ അപ്പൻ്റെ അമ്മയുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് പരാജയപ്പെട്ടപ്പോ അതിന്റെ ആ പാപ്പരത്തം പേർന്ന തലമുറയും ഒരേ രാജ്യത്ത് താമസിക്കുകയാണ്. ഒരെണ്ണം ചോദിക്കുകയാണ് ഹൂ ഈസ് ഹീ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്, പേക്കോ എന്ന് പറഞ്ഞു. മറ്റേത് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ദൈവഭക്തി ജീവിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ കയ്യിൽ എഴുതി വെക്കുക, നെറ്റിയിൽ എഴുതി വെക്കുക, കണ്ണിൽ എഴുതി വെക്കുക എന്നുള്ളതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കൺനിറയെ കണ്ട്, ഹൃദയം നിറയെ അനുഭവിച്ച്, ചെവി നിറയെ കേട്ട്, കണ്ടും കേട്ടും രുചിച്ചും ഹൃദയത്തിലേക്ക് ആവഹിക്കേണ്ട ഒരു സംഗതിയാണ് വിശ്വാസം എന്നുള്ളത്. ഈ പുറമ്പോക്കിലെ പുളമരം പോലെ തന്നെ അങ്ങ് വളരുമെന്ന് വിചാരിക്കരുത്. ആത്മീയതയെ പരിചരിച്ച് വളർത്തണം. ആത്മീയതയെ പരിചരിച്ച് വളർത്തണം. അത് ശ്രദ്ധാപൂർവം ചുമ്മാ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്ന് വിചാരിക്കരുത്. അത് ജാഗരൂകതയോടെ. ജാഗരൂകത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു ഹൃദയം ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടറിന്റെ ജാഗ്രത. അലേർട്ടായിട്ട് നല്ല ജാഗ്രതയോടെ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം, വചനം പകർന്നു കൊടുക്കണം. എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ വിശ്വാസം ഞാനും നിങ്ങളും മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ചിലർ ചിന്തിക്കുകയാണ്, അങ്ങനെ പകർന്നു കൊടുത്തിട്ട് ഇന്നത്തെ കുട്ടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് പണ്ടത്തെ പോലെ അല്ല, കാലം മാറിപ്പോയി. മാത്രല്ല, ഇത് രാമനാഥപുരമാണ്, കോയമ്പത്തൂര്. ഇവിടെയൊന്നും കുട്ടികൾക്ക് ഇതിൽ താല്പര്യമില്ല. അതുകൊണ്ട് കാറ്റഗറീസ് ഒന്നും അധികം പഠിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവർക്ക് TV ആണ് ഇൻട്രസ്റ്റ് എന്ന് ചിലർ പറയുകയാണ്. അത് ശരിയാണോ? അത് കുട്ടികളെ അത് ശരിയാണോ? അത് ശരിയല്ല. ശരിയാണത്? നമ്മുടെ മാതാപിതാക്കന്മാർ അങ്ങനെ ആരോപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മാതാപിതാക്കന്മാരുടെ ബോഷ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മാതാപിതാക്കന്മാരുടെ ബോഷ്ക്കാണത്. ഞങ്ങൾ വിശ്വാസം പകർന്നു കൊടുത്താൽ ഈ പുതിയ തലമുറ വിശ്വാസം സ്വീകരിക്കില്ല. ഞങ്ങൾ പള്ളിയിൽ പ്രസംഗിച്ചാൽ ഈ പുതിയ തലമുറയ്ക്ക് വചനം കേൾക്കാൻ ഇഷ്ടമല്ല. ഞങ്ങൾ കാറ്റഗിസം പഠിപ്പിച്ചാൽ ഈ കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കാറ്റഗിസം ടീച്ചേഴ്സോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ ദൈവവചന വിപരീതമായ ചിന്തയെന്ന് മാത്രമല്ല, അതിൽ യാഥാർത്ഥ്യം ഇല്ല. കൊടുക്കേണ്ടതുപോലെ ദൈവിക കാര്യങ്ങൾ കൊടുത്താൽ സകല ഹൃദയങ്ങൾ അതിനുവേണ്ടി ദാഹിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ സെഗിയോൺ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനിക്കാൻ വന്നു. എൻ്റെ കൂടെയുള്ള ബ്രദർമാര് ചിലര് ആ ചെറുപ്പക്കാർ 24 വയസ്സ് 21 വയസ്സുണ്ട്. ആ ചെറുപ്പക്കാരനോട്ട് കൗൺസിലിംഗ് നടത്തി. അപ്പം ആ ചെറുപ്പക്കാരനോട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ചെറുപ്പക്കാരൻ ജീവിതമെല്ലാം പറഞ്ഞു. അങ്ങനെ ജീവിതം പറഞ്ഞപ്പോൾ ഈ ബ്രദർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ ആ ചെറുപ്പക്കാരനെ എന്നെ പരിചയപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ്റെ അനുഭവം ഇതാണ്. ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ ചെന്ന് ആദ്യത്തെ വർഷം ഹോസ്റ്റലിൽ ജീവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത്തെ വർഷമായപ്പോൾ അവർ സ്വന്തം ഒരു വീടെടുത്ത് 3-4 പണക്കാരായ ചെറുപ്പക്കാര് സ്വന്തം ഒരു വീടെടുത്തിട്ട് അങ്ങോട്ട് താമസം മാറ്റി. ഹോസ്റ്റലിലെ ഫുഡ്, പരിപ്പ്, സാമ്പാർ, ചട്നി ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവർ ഒരു സ്വന്തം വീടെടുത്ത് പാചകമൊക്കെ സ്വന്തമാക്കി. അങ്ങനെ ഒരു 3-4 പേര് ഒരുമിച്ച് താമസാക്കി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 3-ാം വർഷം ആയപ്പോഴേക്കും ഇവർക്ക് അവിടെയൊക്കെ പരിചയമായി, എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണമുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇവർ തോന്നിയാസത്തിലേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ തോന്നിയാസത്തിലേക്ക് പോയി ഒരു ദിവസം ഇവർ പറഞ്ഞു, നമുക്ക് പണം ഷെയർ ചെയ്തെടുത്തിട്ട് ഒരു വേശ്യനെ കൊണ്ടുവരാം, ഒരു പെൺകുട്ടീനെ കൊണ്ടുവരാം. അങ്ങനെ അവർ 4 പേരും കൂടെ പണം പൊതുവായിട്ട് പിരിച്ചെടുത്തിട്ട് അവർ പോയി ഒരു വേശ്യനെ, ഒരു പെൺകുട്ടീനെ എവിടുന്നോ സംഘടിപ്പിച്ചുകൊണ്ട് വരിക. അങ്ങനെ കാറ് കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് കാറിൽ വെച്ച് തന്നെ ഓരോരോ കുൽസിത പ്രവർത്തനങ്ങൾ ആരംഭിച്ച്, തോന്നിയാസം, മർക്കടമുഷ്ടികൾ, ഓരോ തരത്തിലുള്ള ചീത്ത പ്രവർത്തികൾ ആരംഭിച്ച്. ഉടനെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് കാറ് നിർത്തുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് കാറ് നിർത്തിച്ച് എന്നിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്, നിങ്ങൾ ഒന്ന് ആ മുമ്പിൽ ഇരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ മുമ്പിലത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനുശേഷം അവർ ആ താമസിക്കുന്ന വീട്ടിലെ കുട്ടിയെ കൊണ്ടുവന്ന് അഴുക്കെല്ലാം അരങ്ങേറി, വൃത്തികേടുകളെല്ലാം നടന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തരാമെന്ന് പറഞ്ഞ പൈസ തന്നോളാം, അതിൽ ഞാൻ വാക്കുമാറ്റം ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഈ തിന്മയ്ക്ക് കൂട്ടുന്നില്ല, ഞാൻ ഈ പാപപ്രവൃത്തി ചെയ്യാൻ വരില്ല. മറ്റൊരു പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ നിന്റെ വഴി നോക്കുന്നു പറഞ്ഞ് ഇവർ 3 പേരും കൂടെ കൂടി ആ പാപത്തിൽ പൂണ്ട് അങ്ങനെ അങ്ങോട്ട് അർമാദിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത്
പിറ്റേ ദിവസം നേരം വെളുത്തു. അതിനുശേഷം ഇവർ സ്കൂളിലേക്ക് ക്ലാസ്സിലെ നോട്ട്സ് എന്തോ കോഴ്സ് പഠിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന സമയം അപ്പം ഇവൻ കുളിച്ച് റെഡിയായി പ്രാർത്ഥിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കുളിച്ച് റെഡിയായി പോകാൻ തുടങ്ങിയപ്പോൾ ഇവൻ കുളിമുറിയിൽ നിന്ന് ആ തോർത്തുമുണ്ട് കൊടുത്ത് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ പെൺകുട്ടി പോയിട്ടില്ല, അത് അവിടെയുണ്ട്. അത് ഇവനെ കയറി പിടിച്ച്, നിനക്കൊരു വിശുദ്ധി, നീ ഒരു പുണ്യവാളനാണെന്ന് പറഞ്ഞിട്ട് ഇവരെ തോർത്തുമുണ്ട് വലിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ രണ്ട് കൈ കൊണ്ട് തോർത്തുമുണ്ട് പുറകെ പിടിച്ച് എന്നിട്ട് അയ്യോ അയ്യോ ഓടിവായോ എന്ന് പറഞ്ഞിട്ട് ഇവൻ നിലവിളിച്ചപ്പോൾ മറ്റ് 3 കൂട്ടുകാർ ഓടി വന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ ഈ പിടിയും വരികയാണ്. ഉടനെ മറ്റേ 3 കൂട്ടുകാരും കൂടെ കൂടി ആ പെണ്ണിനെ അടിച്ച് ഓടിച്ച്, പൊടി നിനക്ക് തരാമെന്ന് പറയുന്ന പൈസ തന്നാലേ അവൻ ഇഷ്ടമായിരിക്കും ഇതിനെ നിർബന്ധിക്കുന്നത്, ഇഷ്ടമാണെങ്കിൽ അത് അവൻ്റെ ഇഷ്ടമാണ്, അത് നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല, അവൻ ഇഷ്ടമാണെങ്കിൽ വേണ്ട, മര്യാദയ്ക്ക് പോകുന്നു പറഞ്ഞ് നിനക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നാലേ പോകുന്നു പറഞ്ഞ് പെൺകുട്ടീനെ ആട്ടിപ്പായിച്ച്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ബ്രദർ ചെറുപ്പക്കാരനോട്, ചെറുപ്പക്കാരാ നിനക്ക് 10-21 വയസ്സ് 24 വയസ്സ് പ്രായം, അങ്ങനെ വേറെ കേരളത്തിലെ നാട്ടുകാരോ വീട്ടുകാരോ സ്വന്തക്കാരോ ആരും അറിയില്ല, നിനക്കിതുപോലെ പാപത്തിൻ്റെ ആ ഒരു കഠിനമായ ഒരു പ്രതികൂലം, ആ ഒരു പാപത്തിൻ്റെ ഒരു കഠിന പിടിയിൽ നീ അമർന്നു, നീ എന്തുകൊണ്ടാണ് പാപം ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറയാണ് എനിക്കും പാപം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പണം പൊതുവായിട്ട് എടുത്തിട്ട് ഈ വേശ്യനെ അല്ലെങ്കിൽ ആ കുട്ടീനെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ശരി, ആ കുട്ടീനെ കാറിൽ കയറ്റി. അപ്പം ഓരോ തരത്തിലുള്ള പാപങ്ങൾ കാറിൽ വെച്ച് തന്നെ തുടങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പം ചെറുപ്പക്കാരൻ്റെ കൺമുമ്പിൽ ചെറുപ്പക്കാരൻ്റെ അമ്മ ഇങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. കാര്യം ഇവിടെ പാപം അരങ്ങേറുകയാണ് സത്യ സൈഡിൽ ഇരുന്നിട്ട്. പക്ഷെ ചെറുപ്പക്കാരൻ നോക്കുമ്പോൾ കാണുന്നത് ചെറുപ്പക്കാരൻ്റെ അമ്മ ഇരുന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുടെ പ്രത്യേകത, മകനെ ബാംഗ്ലൂർക്ക് പഠിക്കാൻ വിട്ടാലും ഇവിടെ മോന് വേണ്ടി ചൊല്ലുന്ന അമ്മ. സീരിയലിന് മുൻപ് ഇരിക്കുകയല്ല ചെയ്യണത്, പരദൂഷണം പറന്ന് നടക്കുകയല്ല ചെയ്യണത്. എന്താ ചെയ്തുകൊണ്ടിരുന്നേ? മോന് വേണ്ടി വീട്ടിലിരുന്ന അമ്മ ചൊല്ലുക. എൻ്റെ മോൻ പഠിക്കാൻ പോയിരിക്കുകയാണ്, നല്ല ബുദ്ധി കിട്ടണം, പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണം, പൈശാചിക പീഡനത്തെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മോന് വേണ്ടി ഇങ്ങ് ദൂരെ ഈ മലമ്പ്രദേശത്ത് ഈ കേരളത്തിൻ്റെ ഒരു മുക്കിലിരുന്ന് ഈ അമ്മ ചെല്ലുമ്പം പാപത്തിൻ്റെ തൊട്ട് വക്കത്ത് വരെ എത്തിയ മകന് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം ആ മകൻ നോക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുകയാണ് അമ്മ ഫ്രണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ പറഞ്ഞത് കാറ് നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ ഫ്രണ്ടിലേക്ക് കയറിയിരുന്നു, മറ്റേ കുട്ടീൻ്റെ പുറകിലേക്ക് ഇറക്കിയിരുത്തി. അവൻ പറയാണ് ആ രാത്രി മുഴുവൻ അവൻ നോക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ ചിത്രമാണ് അവൻ്റെ മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് അവന് ഒരിക്കൽ പോലും അങ്ങനത്തെ ആ കൂട്ടുകാരുടെ ആ ദുർനടപടിയിൽ പങ്കുചേരാൻ അവന് തോന്നി, അവന് വേദന തോന്നി. പ്രിയപ്പെട്ട സഹോദരൻ, ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയണം, എനിക്ക് 24 വയസ്സുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി ഇന്ന് വരെ നഷ്ടപ്പെടാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല, അതിനെൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് കാരണം എന്ന് പറഞ്ഞ് അവൻ കരയുക. നോക്കുക, അങ്ങനത്തെ ചെറുപ്പക്കാരിന്ന് ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അപ്പൻ്റെ ജീവിതത്തിന് വിലയില്ല എന്ന് ചിന്തിക്കരുത്. അപ്പൻ്റെ പ്രാർത്ഥനയ്ക്ക് അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അവരുടെ സുഹൃത്ത് ജീവിതത്തിന് വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് വിലയും ശക്തിയും ഉണ്ട്. ഹല്ലേലൂയ, ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഗൗരവമേറിയൊരു യാഥാർത്ഥ്യമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി നീ പഠിപ്പിക്കണം, എന്നാൽ മുതിർന്നാൽ വലുതാകുമ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ഞാനും നിങ്ങളും കുട്ടികളെ ശൈശവത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് ദൈവം വലിയ വിലയും സ്ഥാനവും കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ മക്കബായരുടെ പുസ്തകത്തിലേക്ക് പോകാം. മക്കബായരുടെ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ മത്താത്തിയാസ് എന്ന് പറയുന്ന ഒരു വീരപുരുഷനെ നമുക്ക് കാണാം. അപ്പൊ ഈ മത്താത്യാസിന്റെ പ്രത്യേകത, മത്താത്യാസിന്റെ അപ്പനാണ് യോഹന്നാൻ, യോഹന്നാന്റെ അപ്പനാണ് ശിമയോൻ. എന്തിനാ അപ്പന്റെ പേര് ഇങ്ങനെ എടുത്തു പറയണത്? ആ അപ്പന്മാരുടെ വിശ്വാസത്തിന്റെ വില പറയാൻ വേണ്ടിയിട്ടാണ് അപ്പന്മാരുടെ പേരെടുത്ത് പറയണത്. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ മകൻ മത്താത്യാസ്, അങ്ങനെ പറയണത്. അവിടെയാണ് പൗരുഷം കിടക്കണത്. ഹല്ലേലൂയ. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രൻ മത്താത്യാസ്, പൗരുഷം അവിടെ കിടക്കണത്. എന്താ ഈ മത്താത്യാസിന്റെ പ്രത്യേകത? മത്താത്യാസിന്റെ കാലം വന്നപ്പോ ഇതാ എല്ലാവരും മതം ഉപേക്ഷിക്കുകയാണ്, എല്ലാവരും വിശ്വാസം ഉപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന വേണ്ട, തിന്നുക, കുടിക്കുക, അർമാദിക്കുക, കൂത്താടുക, ജഡത്തിന്റെ വെറിക്കൂത്തുകളിൽ നടക്കുക, ഞരമ്പളക്കം പിടിച്ച് ചുളുക്കപ്പുളുക്കം എന്ന് പറഞ്ഞ് നടക്കണില്ലേ, അതുപോലെ നടക്കുക. ഇതാണ് ആ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡ്. അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കണം,
എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് കുർബാനയ്ക്ക് കൂടണം, എനിക്ക് കൊന്ത ചെല്ലണം, അങ്ങനത്തെ ഒരു ട്രെൻഡ് അല്ല. ചുമ്മാ അവനവന്റെ ജഡത്തിന് എന്ത് തോന്നിയോ അത് ചെയ്യുന്നതിന് ആനന്ദിക്കുന്ന, ആവേശം കൊള്ളുന്ന ഒരു തലമുറ. ആ കാലഘട്ടത്തിലാണ് മത്താത്യാസ് ജീവിച്ചിരുന്നത്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ചില വിദേശ രാജ്യങ്ങൾ ഈ മത്താത്യാസിന്റെ യഹൂദ ജനത്തെ ആക്രമിച്ച് അവിടെ ഒരുപാട് ദേവാലയം നശിപ്പിക്കുകയും മതത്യാഗത്തിന് ജനങ്ങളെ നിർബന്ധിക്കുകയും ദേവാലയത്തിലെ ബലിയെല്ലാം നിർത്തലാക്കുകയും ചെയ്യുന്ന രംഗത്ത് മത്താത്യാസ് വേദനിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്. അതാണ് 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. തന്റെ ചുറ്റും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു, കഷ്ടം, കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനാണോ ഞാൻ ജനിച്ചത്? ആ മത്താത്യാസിന്റെ ഹൃദയത്തിൽ ഒരു ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവ്, വിശ്വാസത്തിന്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ആത്മാവ്. അതുകൊണ്ട് ആ ദേശത്ത് അനേകർ പള്ളി പോകാതിരിക്കുമ്പോൾ, അനേകർ മദ്യപിക്കുമ്പോൾ, ഏത് ഫംഗ്ഷൻ എന്നാലും പുകവലി, മദ്യപാനം അരങ്ങേറുമ്പോൾ, ഓരോ ദുർനടപ്പുകൾ നടക്കുമ്പോൾ ഈ മത്താത്യാസിന്റെ ഹൃദയം ശരിക്കും ശരീരത്തിലേക്ക് അടികൊള്ളുന്ന പോലെ വേദനിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വേദന ആ വ്യക്തി അനുഭവിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കഷ്ടം, എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വെക്കുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ? മത്താത്യാസിന് സങ്കടവും വിഷമവും വേദനയും നിറയുകയാണ്. അതാണ് മക്കബാരുടെ 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മത്താത്യാസ് പ്രകാശിപ്പിക്കുന്നത്. ദൈവജനം നശിക്കുമ്പോൾ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ വേദന ഉണ്ടാവും. ഇവിടെ യുവജനങ്ങള്, ഇവിടെ ചെറുപ്പക്കാര്, ഇവിടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, പള്ളി പോകാതിരിക്കുമ്പോൾ, പള്ളി വന്ന പള്ളിയുടെ ഉള്ളിൽ കയറാതെ നടക്കുമ്പോൾ ആത്മാവ് ഉണ്ടെങ്കിൽ വേദന ഉണ്ടാവും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓരോ ഞായറാഴ്ചയും എൻട്രൻസിന്റെ പേര് പറഞ്ഞ്, കോച്ചിങ്ങിന്റെ പേര് പറഞ്ഞ് മക്കള് ദേവാലയത്തിലേക്ക് കാറ്റഗറിസിന് പോകാതിരിക്കുമ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ആ അപ്പനും അമ്മയ്ക്ക് വേദന ഉണ്ടാവും. ഇതാ മത്താത്യാസിന്റെ കഥ ഒരുപാട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് 16-17 വാക്യങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ്? മത്താത്യാസും പുത്രന്മാരും ഒരുമിച്ച് കൂടി. നോക്ക്, മത്താത്യാസ് ഒറ്റയ്ക്കല്ല. മത്താത്യാസിന്റെ ചൈതന്യം മത്താത്യാസിന്റെ പുത്രന്മാർക്ക് 5-6 പുത്രന്മാരുണ്ടായിരുന്നു. ആ 5 പുത്രന്മാർക്കും മത്താത്യാസ് ഈ ചൈതന്യം പകർന്നു കൊടുത്തു. മത്താത്യാസിന്റെ ജീവിതം, മത്താത്യാസിന്റെ പ്രാർത്ഥന, ആ വേദന, ആ നെടുവീർപ്പ്, ആ കരച്ചില്, ഇതെല്ലാം കണ്ട് മക്കളും ദൈവത്തോട് ഒരുപാട് അടുപ്പ സ്നേഹമുള്ളവരായി. അതുകൊണ്ട് അപ്പൻ ഈ നാട്ടിൽ നടമാടുന്ന ദൈവദൂഷണത്തോടും ഈ നാട്ടിൽ നടമാടുന്ന അരാജകത്വം കണ്ട് വേദനിച്ച് ഇരുന്നപ്പോ മക്കളും അപ്പന്റെ കൂടെ കൂടി. വേറെ കാര്യമായിട്ട് ആരും കൂടാനുണ്ടായിരുന്നില്ല. ഈ അപ്പന്റെ വിശ്വാസം മക്കൾക്ക് പകർന്നു കൊടുത്തതുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി അപ്പൻ എഴുന്നേറ്റപ്പോൾ ഈ 5 മക്കൾ ഒരുമിച്ച് കൂടെ എഴുന്നേറ്റ് മത്താത്യാസും പുത്രന്മാരും ഒരുമിച്ച് കൂടി. അപ്പോൾ രാജാവിന്റെ, ഈ വിദേശ രാജാവിന്റെ സേവകന്മാർ മത്താത്യാസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവര് മത്താത്യാസിനോട് പറയുന്ന ഓഫറാണ് തുടർന്ന് 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. രാജസേവകന്മാർ മത്താത്യാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. ആ മത്താത്യാസ് ആ ടൗണിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. നമ്മുടെ ഇവിടുത്തെ കളക്ടർ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രധാന നേതാവ്, അയാൾ പറഞ്ഞ എല്ലാവരും കേൾക്കും. അങ്ങനത്തെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്ന ഒരു മാന്യദേഹമാണ് മത്താത്യാസ്. ആ പട്ടണത്തിലും ആ ദേശത്തും വലിയ വിലയും നിലയും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മത്താത്യാസ്. അതുകൊണ്ട് രാജാവിന്റെ സേവകന്മാർ വന്നിട്ട് മത്താത്യാസിനോട് പറയുകയാണ്, ഈ പട്ടണത്തിൽ, ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് നീ. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. അപ്പൊ മത്താത്യാസ് പുത്രന്മാരെ മാത്രമല്ല, ബന്ധുമിത്രാദികളെയും വിശ്വാസം പരിശീലിപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് വിശ്വാസത്തിന് അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ മക്കൾക്കും ബന്ധുമിത്രങ്ങൾക്കും തൊട്ടടുത്തുള്ള ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും എല്ലാം ഈ വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കണം. അതിനുവേണ്ടി കരയണം, അതിനുവേണ്ടി കുരിശിന്റെ വഴി നടത്തണം, അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ചും അവർക്കും ഈ വിശ്വാസത്തിന്റെ ചൈതന്യം ഉണ്ടാകണം. ഇതാ മത്താത്യാസിന്റെ പുത്രന്മാരും സഹോദരന്മാരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് രാജാവിന്റെ സേവകന്മാർ പറയാണ്, നീ മഹാനായ നേതാവാണെന്ന് മാത്രമല്ല, നിന്റെ പുത്രന്മാരും നിന്റെ സഹോദരന്മാരും ബന്ധുക്കളും നിന്നോട് കൂടെ ഒറ്റക്കെട്ട്. അതുകൊണ്ട് രാജാവിന്റെ സേവകന്മാർ മത്താത്യാസിനോട് പറയുകയാണ്, സകല വിജാതീയരും യൂദയായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം.
രാജശാസനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിക്കുക, ഈ ലോകത്തിന്റെ സുഖം ആസ്വദിക്കുക. ഇതാണ് രാജശാസനം. ഇവിടെ ഈ ലോകത്തിന്റെ തിന്മകൾ, ബിംബാരാധന, വിഗ്രഹാരാധന, തോന്നിയാസം, വെറിക്കുത്ത്, ഇതെല്ലാം. അങ്ങനെ ചെയ്താൽ നിനക്ക് സ്ഥാനമുണ്ട്, അധികാരമുണ്ട്, ജോലിയുണ്ട്, നിനക്കെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ നീ വില കൊടുക്കേണ്ടി വരും എന്ന് രാജസേവകന്മാർ വന്ന് മത്താത്യാസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. സകല വിജാതീയരും, യൂദയായിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ യഹൂദന്മാര്. അപ്പൊ വിജാതീയർ മാത്രമല്ല, ഒരുപാട് യഹൂദന്മാര് ആ കാലഘട്ടത്തിൽ മതം ഉപേക്ഷിച്ച്, അവരുടെ വിശ്വാസം ഉപേക്ഷിച്ച്, പിതാക്കന്മാരുടെ വിശ്വാസ പ്രമാണം അവർ ഉപേക്ഷിച്ച്, ആ വഴികൾ അവർ ഉപേക്ഷിച്ച്. ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം തന്നെയാണ്. ഏത് ബിംബത്തെ ആരാധിക്കാൻ, ഏത് വിഗ്രഹത്തെ വണങ്ങാനും ആരാധിക്കാനും മടിയില്ലാത്ത, ലജ്ജയില്ലാത്തൊരു സമൂഹം ഉയർന്നു വരികയാണ്. സാംസ്കാരിക അനുരമണത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലും കണ്ണി കാണുന്ന എല്ലാം വലിച്ചു കയറ്റി അവനവന്റെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ ദൈവവചനത്തെയും ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെയും നിർലജ്ജമാവിധം ലംഘിക്കുന്ന ഒരു ജനത ഇന്ന് ഉയർന്നു വരികയാണ്. ജഡത്തിന്റെ വെറിക്കൂത്തുകള്, മദ്യപിക്കാനാണെങ്കിലും തിന്മ ചെയ്യാനാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും ദൈവവചനം തന്നെ എടുത്തു പറഞ്ഞ് പാപം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ജനത, ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്നും കരുതുന്ന ജനത, മധുരത്തെ കയ്പെന്നും കയ്പിനെ മധുരമെന്നും കരുതുന്ന ജനത ഇന്ന് ഉയർന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളിയാഴ്ച മാംസം വർജനം പറഞ്ഞാൽ അറിയാൻ പാടില്ല എന്താന്ന്. വെള്ളിയാഴ്ച ഉപവാസം എന്ന് പറഞ്ഞാൽ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത ജനം. 50 നോമ്പ് 20 നോമ്പും വ്രതങ്ങളും നോമ്പുകളും പ്രാർത്ഥനകളും അന്യം നിന്ന് പോയ കുടുംബങ്ങള്, സന്ധ്യാപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റാത്ത കുടുംബങ്ങള്. അങ്ങനെ മതത്യാഗം സംഭവിച്ച ജനത്തിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് മത്താത്യാസ്. യൂദയായിലെ ജനങ്ങൾ, ഒരു വലിയ പറ്റം ജനങ്ങള് അതനുസരിച്ച് അവര് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, സകല വിജാതീയരും യൂദയായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ നീയും ഇപ്പോൾ രാജശാസനത്തെ അനുസരിക്കുക. ആകെ മത്താത്യാസും പുത്രന്മാരും ഏതാനും സഹോദരങ്ങളും മാത്രമേ പിടിച്ചു നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ രാജസേവകന്മാർ കൽപ്പിക്കുകയാണ്, മറ്റുള്ളവർ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. വലിയൊരു സമ്മർദ്ദം, ഒരു സങ്കീർണ സാഹചര്യം. പക്ഷേ മത്താത്യാസ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാർന്നോമാരിൽ നിന്ന് കിട്ടിയ വിശ്വാസമായതുകൊണ്ട് പൗരുഷത്തോടെ നിലപാടെടുത്തു. മാത്രമല്ല, അവർ വലിയ ഓഫറും കൊടുക്കുന്നുണ്ട്. നീ അങ്ങനെ രാജശാസനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം, എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികളും കൊണ്ട് നീയും പുത്രന്മാരും ഈ നഗരത്തിൽ ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്യാസ് ദൃഢസ്വരത്തിൽ ഒരു മറുപടി കൊടുത്തു. അതാണ് 19-ാം തിരുലിഖിതം. 1 മക്കബായർ 2-ാം അധ്യായം അതിൽ 19-ാം തിരുലിഖിതം. മത്താത്യാസ് ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. ഇതാണ് വിശ്വാസ പൗരുഷം. ഈ രാജാവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ഈ രാജ്യത്തുള്ള എല്ലാവരും തുനിഞ്ഞാലും ശരി, സകല ആളുകളും വിശ്വാസം ഉപേക്ഷിച്ചാലും ശരി, മത്താത്യാസ് പറയാണ്, ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സ്വന്തം വിശ്വാസം കൊണ്ട് മാത്രം ഇരിക്കരുത്, എൻ്റെ പുത്രന്മാരെ അതുപോലെ ആക്കണം, എൻ്റെ ഇടവക്കാരെ അതുപോലെ ആക്കണം, എൻ്റെ ജനത്തെ അതുപോലെ ആക്കണം, എൻ്റെ കൂടപ്പിറപ്പുകൾ അതുപോലെ ആക്കണം. ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരങ്ങളും ഈ രാജാവിന്റെ കൽപ്പനയെ ഞങ്ങൾ അനുസരിക്കില്ല. ഞങ്ങളുടെ പിതാക്കന്മാരിന്ന് കൈമാറി കിട്ടിയ വിശ്വാസത്തിൽ നിന്ന് അണുവിട ഞങ്ങൾ വ്യതിചലിക്കുകയില്ല. പൗരുഷത്തോടെ മത്താത്യാസ് പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ശൈശവത്തിൽ കാർന്നോമാരെന്ന് വിശ്വാസം പഠിച്ചാലുള്ള ഗുണം. കാർന്നോമാരുടെ വിശ്വാസം, കാർന്നോമാര് കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് നിറയെ അനുഭവിക്കാൻ തക്കവിധം കുടുംബത്തിൽ വിശ്വാസം ജീവിച്ചാൽ, അവരുടെ ജീവിതകാലത്ത് വിശ്വാസത്തിൽ അവർ ജീവിക്കുകയും നിറയുകയും ചെയ്താൽ, ആ കുടുംബത്തിൽ ആ മക്കൾ അത് ആർജിച്ച് വളർന്നാൽ, ദൈവത്തിന്റെ വചനം ലോകത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചാലും ശരി, ഈ മത്താത്യാസ് പറയുന്നത്, ഞാനും എൻ്റെ പുത്രന്മാരും ഈ വിശ്വാസം ഉപേക്ഷിച്ചിട്ടുള്ള സുഖം അനുഭവിക്കാൻ വേണ്ടി വരികയില്ല, അണുവിട വ്യതിചലിക്കുകയില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ.
ഇതാണ് സുഭാഷിതങ്ങൾ പുസ്തകം 22:6 പറഞ്ഞ സാരാംശം. സുഭാഷി 22:6 പഠിപ്പിക്കുകയാണ്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴികൾ നീ പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി നീ പഠിപ്പിച്ചാൽ വാർദ്ധക്യത്തിലും വ്യതിചലിക്കുകയില്ല. ഇന്ന് വ്യതിചലിക്കുന്ന തലമുറയുണ്ടെങ്കിൽ പാളിപ്പോയ മാതാപിതാക്കന്മാരെ ചരിത്രം അതിനു മുമ്പുണ്ടായെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ തങ്ങളുടെ മതം ആവേശത്തോടെ ജീവിക്കണമെങ്കിൽ അതിന് ഹൃദയത്തിലൊരു ബോധ്യം വേണം, ഹൃദയത്തിലൊരു അനുഭവം വേണം. പ്രൈസ് ദി ലോർഡ്. സത്യം പറഞ്ഞാൽ ഈ കത്തോലിക്ക സഭയുടെ ഓരോ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പം സത്യത്തിൽ ഹൃദയത്തിൽ വല്ല ബോധ്യ വിശ്വാസം തോന്നണുണ്ടോ? ഈ കൊന്ത ചെല്ലുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ കുരിശിന് വഴി നടത്തുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ കൊന്തയിൽ എല്ലാം കൂടെ ശരിയാവോ? ലക്ഷണമൊത്ത അഭിപ്രായമാണ്. കുരിശിന്റെ വഴി എല്ലാം കൂടെ ശരിയാവോ? ഈ കൊന്തയും ഈ കുരിശിന്റെ വഴിയും ഈ കുർബാനയും കൊണ്ട് എല്ലാം കൂടെ നേരെയാവോ? ഹല്ലേലൂയ. ഒരുപാട് ക്രിസ്ത്യാനികൾ വെറുതെ ഇങ്ങനെ ചളുക്കോ പുളുക്കോ ഒന്നും നടക്കണമെന്നല്ലാതെ ഹൃദയത്തിൽ പോടാണ്. ഈ പൊള്ള മരം പോലെ എന്നൊരു കാറ്റടിക്കണം അന്ന് മറിഞ്ഞു വീഴും, ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പസ്തോലിക സഭ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്ഭുതകരമായ ശക്തിയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ കത്തോലിക്ക സഭ അനുഷ്ഠിക്കുന്ന ഒരു സംഗതിയാണ് വീട് വെഞ്ചരിപ്പ്. വീട് വെഞ്ചരിപ്പ് വീട് വെഞ്ചരിപ്പിന്റെ ശക്തി എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ശരിക്കും ഗ്രഹിക്കുന്നില്ല. ഒരു അച്ഛൻ, പൗരോഹിത്യമുള്ളൊരു അച്ഛൻ, തിരുസഭയിൽ അപ്പസ്തോലിക സഭയെന്ന് പൗരോഹിത്യമുള്ളൊരു അച്ഛൻ ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്ന് വെഞ്ചരിച്ചാൽ ആ വെഞ്ചരിപ്പിന്റെ ശക്തി എന്താണെന്ന് ആരെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഇതാ ഈ 2-3 ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് ഒരു പട്ടാളക്കാരൻ അട്ടപ്പാടിലെ സ്റ്റേജിലേക്ക് കയറി വന്നു. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ 1 തരം പവർ, 1.5 പട്ടാളക്കാരൻ്റെ പവറുണ്ട്. ആളുകൾ കയറി വന്ന് സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. തടയാൻ നോക്കി, പക്ഷേ ശുശ്രൂഷകർക്ക് സാധിക്കില്ല, പട്ടാളക്കാരനാണ്. കയറി വന്ന് നിൽക്കുകയാണ്. എന്താന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയൊരു ബാഗ് തൂങ്ങിക്കിടക്കുക. ബാഗിനകത്ത് ഉണ്ട ഒരു സാധനമുണ്ട്. ഞാൻ കണ്ടപ്പോഴേ ബോംബാണോ എന്ന് എനിക്ക് സംശയം. കാരണം ആ കാലഘട്ടത്തിൽ അത് ബോംബിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ പറഞ്ഞു തടയൂ എന്ന് പറഞ്ഞാൽ ശരി, അദ്ദേഹത്തെ തടയാൻ ആർക്കും സാധ്യമല്ല. അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശുശ്രൂഷകർ സംസാരിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. സംഭവം ഇതാണ്, ആ പട്ടാളക്കാരൻ കേരളത്തിൽ വന്ന് വീട് വെച്ചു. വീട് വെച്ച് 10-12 വർഷമായി. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു തെങ്ങ് നട്ടു. തെങ്ങ് നട്ടിട്ട് 10-12 വർഷമായിട്ടും ഒരു മച്ചിങ്ങ, ഒരു പൂക്കല പോലും ആ തെങ്ങിലുണ്ടാകണില്ല. പട്ടാളക്കാരന് വലിയ സങ്കടം. പട്ടാളക്കാരൻ പറഞ്ഞു എൻ്റെ സ്വഭാവം വെട്ടൊന്ന് മുറി 2, ഇതാണ് എൻ്റെ സ്വഭാവം. എനിക്ക് അങ്ങനെ ടോളറേഷൻ ക്ഷമയൊന്നുമില്ല. കോടാലി എടുക്കുക വെട്ടുക, ഇതാണ് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദേഷ്യം വന്ന് കോടാലി എടുത്ത് വെട്ടാൻ വേണ്ടി തെങ്ങിൻ്റെ അടുത്തേക്ക് പോകുമ്പം അവിടെ നല്ലൊരു ചേടത്തി ഉണ്ടായിരുന്നു. ആ ചേടത്തി വിശ്വാസമുള്ളതും ദൈവാനുഭവം ഉള്ളതും നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്ന ചേടത്തിയാണ്. അപ്പൊ ആ ചേടത്തി പറഞ്ഞു വെട്ടിക്കളയാനൊക്കെ വളരെ എളുപ്പമാണ്, ഇതിന് വല്ല സൊല്യൂഷൻ ഒന്ന് ആലോചിച്ചുകൂടെ? അപ്പൊ കായ്ക്കാത്ത തെങ്ങിന് എന്ത് സൊല്യൂഷനാന്ന് ചോദിച്ചു പട്ടാളക്കാരൻ. ഉടനെ പറഞ്ഞു ചേട്ടാ, എത്രയോ ആളുകളാണ് അട്ടപ്പാടി പോണത്, ചേട്ടന് അട്ടപ്പാടി പോയെന്ന് പ്രാർത്ഥിച്ചുകൂടെ? കായ്ക്കാത്ത തെങ്ങ് പ്രാർത്ഥിച്ചാൽ കായ്ക്കുമെന്നായി അടുത്ത ചോദ്യം. അത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുമെന്ന് ചേട്ടത്തി. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ബസ്സുകാർ പോരുമ്പം ഈ ചേട്ടനോട് പെറുക്കിയിട്ട് അട്ടപ്പാടിക്ക് കൊണ്ടുവന്നു. ആ ചേട്ടൻ വന്ന്, ആ ചേട്ടൻ വിശ്വാസമൊന്നുമില്ല, പട്ടാളത്തിൽ നിന്ന് വന്നാൽ വെടി വെക്കുക ഇടിക്കുക എന്നല്ലാതെ വേറൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല. പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇങ്ങനെ, ഞാൻ പട്ടാളക്കാരൻ എന്നുള്ള ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വെഞ്ചിരിപ്പിൻ്റെ സമയം വരികയാണ്. വെഞ്ചിരിപ്പിൻ്റെ സമയം വന്നപ്പോൾ എല്ലാവരും മണ്ണെടുത്ത് പിടിക്കുന്നു, വെള്ളം എടുത്ത് പിടിക്കുന്നു, എണ്ണ എടുത്ത് പിടിക്കുന്നു. അപ്പം പട്ടാളക്കാരൻ തോന്നി ഇതെന്തത് പരിപാടി, എൻ്റെ കയ്യിൽ മണ്ണൊന്നും ഇല്ലല്ലോ. ഉടനെ അദ്ദേഹം അവിടുന്ന് ഒരു പിടി മണ്ണെടുത്ത് പിടിച്ച്. അതാണ് ഒരാൾ വിശ്വാസം ജീവിക്കണമെന്നാൽ ഈ ചൈതന്യം അടുത്ത ആളിലേക്ക് പ്രവേശിക്കും. എത്ര മടക്കണായാലും എത്ര നിരീശ്വരനായാലും ഈ വിശ്വാസം അവരിലേക്ക് പ്രവേശിക്കും. അയാൾ ഒരു പിടി മണ്ണ് കുനിഞ്ഞെടുത്ത് കൈ പിടിച്ച്. അപ്പോൾ അച്ഛന്മാർ വെഞ്ചിരിച്ച് വരികയാണ്. വെഞ്ചിരിച്ച് വരുമ്പോൾ അയാൾക്കിട്ടും കൊടുത്ത് ഒരു വെഞ്ചിരിപ്പ് നന്നായിട്ടുണ്ട് വെഞ്ചിരിച്ച് വിട്ടു. എന്നിട്ട് ഈ മണ്ണ് പട്ടാളക്കാരൻ പറയാണ്, ഈ മണ്ണ് കൊണ്ടുപോയിട്ട് അന്ന് ആ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട്. പ്രൈസ് ദി ലോർഡ്. പട്ടാളക്കാരൻ്റെ അനുഭവം ഇതാണ്. പിന്നെ ഇപ്പോൾ ഒരു വർഷത്തിനടുത്തായിട്ടുണ്ട്. ആ പട്ടാളക്കാരൻ പറഞ്ഞു അതിട്ട് അധികം കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ തെങ്ങ് പൂക്കൊലയൊക്കെ ഇടാൻ തുടങ്ങി. പൂക്കൊലയെന്ന് പറഞ്ഞാൽ വണ്ടൻ പൂക്കൊലകൾ, അതൊരു വണ്ടൻ തേങ്ങകൾ കായ്ക്കാൻ തുടങ്ങി.
അതിലൊരു തേങ്ങയാന്ന് പറഞ്ഞിട്ട് ഈ സഞ്ചിയിൽ നിന്ന് വലിയൊരു മുട്ടൻ തേങ്ങ എടുത്ത് ഇതാ സഞ്ചിയിൽ നിന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇത് ആ തേങ്ങ ഉണ്ടായ തേങ്ങയാണ്, അതിന് ആദ്യത്തെ തേങ്ങ ഞാൻ പറിച്ചു ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞ് ആ തേങ്ങ. എന്താ കഥ? വെഞ്ചിരിച്ച ഒരു തുള്ളി വെള്ളം വീണ മണ്ണ് കൊണ്ടിട്ടുള്ളൂ. 10-12 വർഷമായി ആ കോമ്പൗണ്ടിൽ ഫലങ്ങൾ കായ്ക്കാത്ത ആ കോമ്പൗണ്ടിൽ ആ മണ്ണിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. കത്തോലിക്ക സഭയിലെ പൗരോഹിത്യമുള്ളൊരു അച്ഛൻ വെഞ്ചിരിച്ചാൽ അപ്പസ്തോലിക സഭയുടെ വെഞ്ചിരിപ്പിന്റെ പവറിനെ കുറിച്ച് ഒരു സംഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അച്ഛൻ കോട്ടയത്ത് വൈദികരുടെ ശുശ്രൂഷയ്ക്ക് എന്നപ്പം ഒരു ചേട്ടൻ അവിടെ ഞങ്ങൾ എത്തുന്നതെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ എന്താ ചേട്ടൻ വിഷയം? അച്ഛാ, ഈ സഭയിലെ വൈദികർക്ക് കൊടുത്തിരിക്കുന്ന ഈ വെഞ്ചിരിപ്പിന്റെ ശക്തി ഞങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ എന്തുണ്ടായെന്ന് ചോദിച്ചു. ആ ചേട്ടന് 3 കോടി രൂപ കടം, എല്ലാം തകർന്നു തരുമ്പോൾ ബിസിനസ് കംപ്ലീറ്റ് പൊളിഞ്ഞ് പാളീസായി. ഇനി ഒന്നുമില്ല. ആകെ ആ കാഞ്ഞിരപ്പള്ളി മലയിൽ എവിടെ കുറച്ച് തോട്ടമുണ്ട്, എസ്റ്റേറ്റ് കാട് പിടിച്ച് കിടക്കണത്. അത് മാത്രമേ ഉള്ളൂ. അത് വിൽക്കാൻ നോക്കിയിട്ട് ആരും എടുക്കണില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ വേണ്ടി അയാൾ അട്ടപ്പാടിക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും ശരി, അവിടെ നിന്ന് മറ്റുള്ളവരൊക്കെ ചെയ്യണനുസരിച്ച് കുറച്ച് മണ്ണോ വെള്ളം എന്തോ സംഘടിപ്പിച്ച് വന്നു. അത് വെഞ്ചിരിച്ച് വിട്ടയച്ച് അദ്ദേഹം അത് ഭദ്രം പ്രാർത്ഥിച്ച് കൊണ്ടുപോയിട്ട് ആ കോമ്പൗണ്ടിലേക്ക് കൊണ്ടിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ആ സ്ഥലം ഒരു 2-3 വർഷമായിട്ട് വേറെ ഒരു ധനാഢ്യന് വന്ന് വാങ്ങിയിരിക്കുക. എന്നാൽ കുറച്ച് പൈസ കൊടുത്ത് ബാക്കി പൈസ കൊടുത്തിട്ടുമില്ല. അപ്പം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല സ്ഥലം കിടക്കുകയാണ്. ഇയാളുടെ പലിശ കൂടി വരിക 3 കോടി കടം. അപ്പം ഇയാൾ പറയാണ്, ഞാൻ ആ മണ്ണ് ആ കോമ്പൗണ്ടിലിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ആ കച്ചവടക്കാരൻ, ആ കച്ചവടം ചെയ്ത ധനാഢ്യൻ വന്നിട്ട് ഇയാളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പൈസ തന്നേക്ക്, ഞാൻ കച്ചവടം ഒഴിയാന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞ ഇയാൾക്ക് വലിയ വേദനയായി. ഈ വെഞ്ചരിച്ച മണ്ണിട്ടത് എങ്ങനെയെങ്കിലും കച്ചവടം നടന്ന് അതൊന്ന് കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വെഞ്ചരിച്ച മണ്ണ് കൊണ്ടിട്ടത്. പക്ഷേ വെഞ്ചരിച്ച മണ്ണിട്ട് കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പകുതി നിന്നിരുന്ന കച്ചവടം പോലും ഒഴിഞ്ഞുപോയി. അപ്പം അങ്ങനെ വേദനിച്ചിരിക്കുകയാണ്. എന്തായാലും ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടി, അയാളുടെ പൈസ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് കൊടുത്ത് അത് കടമൊക്കെ ശരിയാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേട്ടൻ പറയാണ്, ഏലത്തിന്റെ വില അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി. ഈ എസ്റ്റേറ്റ് ഏലം എസ്റ്റേറ്റാണ്. ഏലത്തിന്റെ വില അങ്ങോട്ട് കണ്ടമാനം കൂടി. ഇപ്പോഴും നല്ല വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ വില അങ്ങോട്ട് കൂടി. ചേട്ടൻ പറയണ്ട, 2 വർഷമായിട്ട് പണിയെടുക്കാത്ത പറമ്പാണ്. ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൊത്തി മാന്തിയും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും കാര്യമായിട്ട് ഏലം കായ്ച്ചില്ല. ഈ ചേട്ടന്റെ എസ്റ്റേറ്റിലെ ഏലങ്ങളെല്ലാം അങ്ങോട്ട് കൂടി അങ്ങോട്ട് കായ്ച്ച് മറിഞ്ഞു എന്ന് പറഞ്ഞു. ചേട്ടൻ പറയണ്ട, 2.5 കോടിക്ക് അധികം രൂപയുടെ ഏലം ഇപ്പൊ തന്നെ പറിച്ചാൽ കിട്ടും. ഇനി സ്ഥലവും വിൽക്കേണ്ട, ഒന്നും വിൽക്കേണ്ട, ഏലക്കായ ഒന്ന് പറിച്ച് വിൽക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നും കൂടെ വെഞ്ചരിക്കച്ചെന്ന് പറഞ്ഞ് ആ ചേട്ടൻ വന്നിരിക്കുക. നോക്ക്, എത്രയോ കുഴി കിടന്നൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ആ ചേട്ടൻ്റെ പറമ്പ് തിരിച്ചു കിട്ടി. ആ ഏലം എടുക്കാൻ ദൈവം അനുഗ്രഹം കൊടുത്ത് അങ്ങനെ ആ ദാസിന്റെ കടവും വീട്ടി സമാധാനത്തിലേക്ക് ആകാനും ഉയർച്ചയിലേക്ക് വരാനും ദൈവം വഴി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ മേഖല, കടബാധ്യത ആകട്ടെ, മറ്റു വിഷയങ്ങളാകട്ടെ, ഓരോ മേഖലകളിലും കർത്താവ് പൗരോഹിത്യമുള്ളൊരു അച്ഛൻ ആശീർവദിക്കുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ, വെഞ്ചരിക്കുമ്പോൾ വലിയ വിടുതൽ ദൈവജനത്തിന് കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി അപ്പസ്തോലിക സഭയുടെ മറ്റൊരു ആചാരമാണ്, മറ്റൊരു രീതിയാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. ഈ കുരിശിന്റെ വഴി നടത്തുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, ഓരോ ചേട്ടന്മാർ പറഞ്ഞ് ചേട്ടത്തിമാർ പറഞ്ഞ് പേക്കോം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒരെണ്ണത്തിന് കുരിശിന്റെ വഴി നടത്താൻ തോന്നണില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വലിയ ആഴ്ച, വലിയ നോമ്പിന്റെ ആഴ്ചകളിൽ തന്നെ കുരിശിന്റെ വഴി നടത്തുകയാണെങ്കിൽ ആയോടത്തായി എത്തിയോടത്തെത്തി ഏതപ്പാ ഗോതമ്പങ്ങൾ എന്ന് പറഞ്ഞൊരു പോക്കാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട് കുരിശിന്റെ വഴി കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിൽ തട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വേദന വരുമ്പോൾ മനസ്സിൽ തട്ടി കുരിശിന്റെ വഴി ചെല്ലാൻ ഞാൻ നിങ്ങൾ ഉദ്യമിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. പാലായിലുള്ള കുറുമണ്ണ് ദേശം, കുറുമണ്ണിൽ നിന്ന് ഇതാ ഒരപ്പനും ഒരമ്മയും കൂടെ അട്ടപ്പാടിയിൽ ധ്യാനിക്കുകയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മൂത്ത മോൻ അവൻ നശിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിഷയം? അവർ പറഞ്ഞു, അവൻ ചെറുപ്പം തൊട്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഓൾട്ടർ ബോയ് ആയിരുന്നു, എന്നും ഡെയിലി കുർബാനയ്ക്ക് പള്ളി പോകുന്നവനായിരുന്നു, അങ്ങനെ ഒത്തിരി അനുഗ്രഹമുള്ളവനായിരുന്നു എൻ്റെ മകൻ. എന്നാൽ 8ാം ക്ലാസ്സിൽ വന്നതോടുകൂടെ അവന് വിശ്വാസം പോയി. അവൻ പ്രാർത്ഥിക്കാതെയായി, അവൻ പള്ളി പോകാതെയായി, കുർബാനയ്ക്ക് കൂടാതെയായി. ഇന്ന് അവൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടില്ല,
പള്ളിയിൽ പോലും പോകില്ല. അതുപോലെ വിശ്വാസം നശിച്ച് അവൻ 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞു അവൻ ആകെ 2 കാര്യം മാത്രമേ താല്പര്യമുള്ളൂ. 1 കളിക്കണം, 2 TV കാണണം. അപ്പൊ കളിഭ്രാന്തും TV ജ്വരം മാത്രമേ അവനുള്ളൂ. അല്ലാതെ ആ പഴയ നല്ല സ്വഭാവം ഒന്നുമില്ല. 10ാം ക്ലാസ്സിൽ അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു 8ാം ക്ലാസ് വരെ. എന്നാൽ 8ാം ക്ലാസ് തൊട്ട് അടിക്കടി മാർക്ക് കുറഞ്ഞ് ഇന്ന് ഏറ്റവും അവസാനത്തെ ഗ്രേഡിൽ കന്ന് കിടക്കുകയാണ്. മാത്രമല്ല, മോനെ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ വാ എന്ന് വിളിക്കാൻ അപ്പനും അമ്മയ്ക്ക് ധൈര്യമില്ല. കാരണം അതുപോലെ തിരിച്ചും കൊണ്ട് ഷൗട്ട് ചെയ്യും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് ഈ അപ്പനും അമ്മയും പൊറുതിമുട്ടി. അവർ സത്യത്തിൽ ഇവനെ പേടിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. എന്തായാലും ശരി, അതുങ്ങൾ 2 പേരും കൂടി ധ്യാനത്തിന് വന്ന് ഈ സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം ദൈവത്തിൻ്റെ സന്നിധി ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഒരു കൗൺസിലിങ്ങിന് പോകുന്നു പറഞ്ഞു. നമ്മുടെ താഞ്ചം ബ്രദറിൻ്റെ അടുത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് പറഞ്ഞയച്ചു. താഞ്ചം ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഒരു മെസ്സേജ് കർത്താവ് കൊടുത്തു. മെസ്സേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നത് ദൈവം ഒരു പ്രേരണ തരും, അത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആ സമയത്ത് ദുർബുദ്ധി ചിന്തിച്ചിരിക്കരുത്. ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു വന്ന ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ താഞ്ചം ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു, നിങ്ങളുടെ മകൻ നേരെയാകാൻ ദൈവം ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. ഉടനെ ഒരു എന്താന്ന് ചോദിച്ചു, നിങ്ങളുടെ ഉപദേശം നിർത്തൂ, ഇനി ഉപദേശിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി നിങ്ങളുടെ മകന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതലുണ്ടെന്ന് പറഞ്ഞു. അവരത് വിശ്വസിച്ചു. ഒരു കാര്യം, പാലായിൽ നിന്നുള്ള നല്ല ബുദ്ധിയുള്ള കുടുംബമാണെങ്കിലും അവരത് പൂർണ്ണമായും അവർ വിശ്വസിച്ചു. അവർ വലിയ അഹംഭാവത്തിനൊന്നും പോയില്ല. അവർ പറഞ്ഞു ശരി, കർത്താവ് പറഞ്ഞ പോലെ ചെയ്യാം. അങ്ങനെ ആ ബ്രദറിലൂടെ കർത്താവ് കൊടുത്തൊരു മെസ്സേജ് ദൈവസ്വരമായി സ്വീകരിച്ച് വെള്ളിയാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞ് പാലായിലേക്ക് പോയി. അവർ എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചൊല്ലാൻ ആരംഭിച്ചു. അത് ചൊല്ലുന്ന വേറെ ആർക്കും വേണ്ടിയല്ല, സ്വന്തം മകന് വേണ്ടിയാണ് കുരിശിൻ്റെ വഴി ചൊല്ലുന്നത്. മകനെ ഉപദേശങ്ങളൊക്കെ നിർത്തി. എന്നിട്ട് വെളുപ്പിന് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി 3 മണിക്ക് എഴുന്നേറ്റ് 2 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി 3 മണിക്ക് തുടങ്ങി 5:30 ആവും മുട്ടയിൽ അഴഞ്ഞ് അവരുടെ മുറി കൂടെ മാത്രം, പുറത്തൊന്നും കാണില്ല, അവരുടെ മുറി കൂടെ മാത്രം മുട്ടയിൽ അഴഞ്ഞ് കുരിശിൻ്റെ വഴി ചെല്ലും. 5:30 ആകുമ്പോൾ വന്ന് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോകാനുള്ള ശ്രമം ആരംഭിക്കും. അപ്പോൾ കുറച്ച് നാളങ്ങനെ ചെയ്തു. ഒരു ദിവസം ഒരു കട്ടൻ കാപ്പി ഇടാൻ വരുമ്പോൾ ഇത് മകൻ്റെ മുറിയിൽ വെളിച്ചം. അവർ ചോദിക്കാൻ നിന്നില്ല. എന്തായാലും 1-2 ആഴ്ച നോക്കിയപ്പോൾ എല്ലാ ദിവസവും വെളിച്ചം. അവസാനം ഒരു ദിവസം ഒരു ഗ്ലാസ് കട്ടൻ ചായ ആയിട്ട് ചെന്ന് മുട്ടി വിളിച്ചു. അവൻ വാതിൽ തുറന്നു. അവനോട് എന്താ നീ ഇങ്ങനെ പതിവില്ലാതെ? ഇവൻ്റെ രീതി വെളുപ്പിന് 2-2:30 വരെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്നിട്ട് പിന്നെ പോയി കിടക്കും. എന്നിട്ട് 8-8:30-9 മണി വരെ കടന്നിട്ട് എഴുന്നേറ്റ് വേഗം ഒറ്റ സ്കൂളിലേക്ക്. പള്ളിയിലില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാത്തൊരു വികട സ്വഭാവം. എന്നാൽ ഇപ്പം മാറി. ഇവൻ വെളുപ്പിനേതാ നേരത്തെ ഇവർ 3 മണിക്ക് എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്ത് കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വരുമ്പോൾ ഇവൻ്റെ മുറി വെളിച്ചം. അപ്പോൾ ഇവനോട് മോനെ നിനക്ക് എന്താ പറ്റിയത്? അപ്പം ഇവൻ വളരെ ശാന്തനായി പറയാണ്, എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അറിയാതെ 3 മണിയാകുമ്പോൾ തന്നെ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ കടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ തോന്നും ഇന്ന് ഒരു കൊന്തയില്ലേ തോന്നി അവൻ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നൊരു കൊന്തയില്ല കഴിയുമ്പോൾ പുസ്തകം എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഇതായി എന്ന് പറഞ്ഞു. മാതാപിതാക്കന്മാരൊന്നും പറയാൻ പോയില്ല. എന്തായാലും ആ വർഷം പരീക്ഷയ്ക്ക് അവന് 60% മാർക്കോടെയുള്ള നല്ല ഗ്രേഡിൽ അവൻ പാസ്സായി. മാത്രമല്ല മധ്യവേനൽ അവധി ഞാൻ കണ്ട കാര്യം, കുറുമണ്ണിൽ നിന്ന് ഇവനൊരു ബാഗ് എടുത്ത് തോളിലിട്ട് അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഉടനെ ഞാൻ അവനോട് ചോദിച്ചു, നീ ആര് പറഞ്ഞിട്ടാണ്, നീ ബുക്ക് ചെയ്തിട്ടുണ്ടോ, നീ ആര് പറഞ്ഞിട്ടാണ് ധ്യാനത്തിന് വന്നത്? അപ്പോൾ അവൻ പറയാണ്, എനിക്ക് തോന്നി ഞാനിങ്ങോട്ട് പോന്നു, എനിക്ക് നന്നാകണമെന്ന് തോന്നി ഞാനിങ്ങ് പോന്നു. ഞാൻ ചോദിച്ചു, നിന്റെ അപ്പനോ നിന്റെ അമ്മയെ പറഞ്ഞിട്ട് നീ പോകുന്നതാണോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നോ എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ ഉപദേശിക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നി ഞാനിങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അവൻ നന്നായിട്ട് ധ്യാനം കൂടി, ശരിക്കും എല്ലാ ശുശ്രൂഷകളിലും പങ്കുചേർന്ന് ഇന്ന് കുറുമണ്ണിൽ നല്ല ദൈവകൃപയുടെ ഒരു യുവാവായി അവൻ കർത്താവിൻ്റെ സഭയെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉപദേശം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പനും അമ്മയും കുരിശിൻ്റെ വഴി ചൊല്ലി ദൈവകൃപ മകൻ്റെ മേൽ നിറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ഓരോ ആത്മീയ കാര്യത്തിന് ശക്തിയുണ്ട്. കുരിശിൻ്റെ വഴിയാകട്ടെ, ഉപവാസമാകട്ടെ, വ്രതങ്ങളാകട്ടെ, നോമ്പാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, അതിനതിൻ്റെ അത്ഭുത ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇത് 2008 ജൂൺ മാസത്തിൽ TV-യിലൂടെ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ പാലക്കാട് നെന്മാറ ദേശത്തിരുന്ന് ഒരു കുടുംബം ഇത് കേട്ടു. ഉടനെ ആ ചേട്ടനോട് പറഞ്ഞു, അല്ല ചേട്ടാ, നമ്മുടെ വീട്ടിലും കുറച്ച് പ്രശ്നമുണ്ടല്ലോ, നമുക്കൊരു കുരിശിൻ്റെ വഴി ചെയ്തുകൂടെ? ചേട്ടൻ പറഞ്ഞു, ചെയ്യാം. ഉടനെ ഭാര്യ പറഞ്ഞു, എൻ്റെ വീട്ടിലെ പ്രശ്നം തീരാൻ വേണ്ടി ആദ്യം കുരിശിൻ്റെ വഴി, അതിന് ശേഷം ചേട്ടൻ്റെ വീട്ടിലെ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു. അതാണ് മിടുക്കി ഭാര്യമാര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും ചേട്ടൻ നല്ല ചേട്ടൻ മഹാവിശാലതയുള്ള ചേട്ടൻ പറഞ്ഞു, ഓക്കെ, നിന്റെ എല്ലാം തീർന്നിട്ട് മതി എൻ്റെ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ
ചേച്ചിയുടെ പ്രശ്നം ഏതാണ്? ചേച്ചിക്ക് ഒരു ആങ്ങളയുണ്ട്. ആങ്ങളയ്ക്ക് 36 വയസ്സ് കഴിഞ്ഞ് 37 വയസ്സായി, കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. ആ നാട്ടിൽ മുഴുവൻ ഒരു കീറാമുട്ടിയാണ് ഈ ചേട്ടൻ. മാത്രമല്ല മദ്യപാനം, ദുർവൃത്തി, അങ്ങനെ അരാജകത്വത്തിൽ ജീവിക്കുന്ന ചേട്ടനാണ്. ഈ ആങ്ങളെ ഓർത്ത് ആ കുടുംബം മുഴുവൻ തകരുകയാണ്. അപ്പോൾ ഈ ചേച്ചിക്കുള്ള ഏറ്റവും വലിയ വിഷയം ഇതാണ്, എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം. ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് 2008 ജൂൺ മാസം തൊട്ട് അവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജൂൺ മാസം ഫസ്റ്റ് സൺഡേയിലാണ് ഈ ദൂത് അവർ ടെലിവിഷനിലൂടെ കേട്ടത്. 2008 ജൂണിലെ ഫസ്റ്റ് സൺഡേ മുതൽ അവരുടെ വീട്ടിൽ അവർ വേറെ ആരോടും പറയാൻ നിന്നില്ല. അവരുടെ മുറിയിൽ അവർ കുരിശിൻ്റെ വഴി ചെയ്ത് ആങ്ങളുടെ ആ ബന്ധനം അഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2008 ജൂലൈ 16 തീയതി ആ ആങ്ങളുടെ വിവാഹം വളരെ അന്തസ്സോടും വളരെ നന്നായും അവർ ഇടവ ദേവാലയത്തിൽ കഴിഞ്ഞ് അവരിന്ന് വളരെ നന്നായി ജീവിക്കുകയാണ്, കുടുംബജീവിതം നയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊന്ത, ഈ ജപമാലയ്ക്ക് എന്റെ അത്ഭുത ശക്തിയുണ്ട്. ഈ ജപമാല സമയം കളയാൻ വേണ്ടിയുള്ള ഏർപ്പാടെന്ന് ചിന്തിക്കരുത്. ഓരോ വീട്ടിലും നന്നായിട്ട് ഈ ജപമാല മുട്ടുമെന്ന് ചൊല്ലിയാൽ അതിനെന്റെ അത്ഭുത ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് എനിക്ക് ജപമാലയൊക്കെ നല്ല വിശ്വാസമുണ്ട്. തിയോളജിക്കൽ വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇത് ചൊല്ലിയിട്ടൊരു അനുഭവം അങ്ങനെ എനിക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അനുഭവം എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ വട്ടപ്പാടിയിൽ ഒരു ചേട്ടത്തി വന്നു. ആ പാവപ്പെട്ട ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മൂത്ത മകനെ പന്തക്കൊസ്തക്കാർ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. എന്താ ചെയ്യും? ഞാൻ ചോദിച്ചു അവൻ എവിടെ, നമുക്ക് പോയി പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു തിരുവല്ലയിലെ തിയോളജിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പാസ്റ്ററാകാൻ വേണ്ടി ചേർത്തു എന്ന് പറഞ്ഞു. അവൻ പാസ്റ്ററാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്താ അത് കഥ? അട്ടപ്പാടിയിൽ നിന്ന് ഒരു കുടുംബത്തിന്റെ വേദനയാണിത്. ആ പറയാനും സംസാരിക്കാനും ആരുമില്ല. കുഗ്രാമത്തിൽ നിന്ന് പാസ്റ്റർമാർ വലയിലാക്കി കൊണ്ടുപോയി. ഇപ്പൊ തിരുവല്ലയില് പാസ്റ്ററാകാൻ വേണ്ടി അവൻ തിയോളജിക്കൽ കോളേജ് ചേർന്ന് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ത് നമ്മുടെ അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ട് നമുക്കൊരു കോളീസ് വണ്ടി വിളിച്ചിട്ട് കുറെ 10-15 പേരുമായിട്ട് പോയിട്ട് മോനെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചോണ്ട് പോരാന്ന് പറഞ്ഞു. ഉടനെ ചേട്ടത്തി എൻ്റെ നേരെ നോക്കി. ചേട്ടത്തി പറഞ്ഞു, അച്ഛാ അതിന് എന്നെ കിട്ടിയാലെന്ന് പറഞ്ഞു. ഈ എന്നെ അതിന് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ എൻ്റെ ആവശ്യമാണോ? അത് ചേട്ടത്തിയുടെ ആവശ്യമില്ല, ഞാൻ ചേട്ടത്തിക്ക് വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടത്തി കോളീസ് വണ്ടി വിളിച്ചു പറഞ്ഞു എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ എന്ത് ചെയ്യും ചേട്ടത്തി എന്ന് ചോദിച്ചു. ചേട്ടത്തി ഒരു പൊട്ടിപ്പൊളിച്ചൊരു കൊന്ത ഇങ്ങനെ എടുത്ത് കാണിച്ചു. ഇത് അച്ഛൻ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ കൊന്തയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ഞാൻ അവൻ ഇവിടെ വരുത്തു എന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ വല്ലതും ചെയ്യാൻ പറഞ്ഞ് ആ ചേട്ടത്തിനെ പറഞ്ഞയച്ചു. ചേട്ടത്തി പോയി കൊന്തയില്ല. പിന്നെ ഞാൻ ചേട്ടത്തിയുടെ കാര്യം വിട്ടു. ചേട്ടത്തി പോയി കൊന്തയില്ല. 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് കൊന്തയില്ല. ചേട്ടത്തി പറഞ്ഞു എൻ്റെ മകൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഈ കാര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊന്ത. ഒരു ദിവസം എത്ര ഇങ്ങനെ എണ്ണം വെച്ചിട്ടൊന്നുമില്ല. അങ്ങോട്ട് ഈ പറ്റുന്നിടത്തോളം മകന് വേണ്ടി കൊന്തയില്ലാണ്. 7 മാസം കഴിഞ്ഞപ്പോ ഇതാ തിയോളജിക്കൽ കോളേജിൽ നിന്ന് മകൻ അവിടുന്ന് ഒരൊറ്റ ചാട്ടം ചാടി ഓടി അവൻ അട്ടപ്പാടി വന്ന് ഈ ചേട്ടത്തിൻ്റെ അടുത്തിരിക്കുക. അപ്പം മോനെ അന്വേഷിച്ച് പാസ്റ്റർമാരെല്ലാം കൂടെ ഒരു വണ്ടി വിളിച്ച് ഒരു വണ്ടി പാസ്റ്റർമാർ ഇത് അട്ടപ്പാടിയിൽ ആ ചേട്ടത്തി കൊന്ത എടുത്ത് പാസ്റ്റർമാരെ കൈകാര്യം ചെയ്ത്. എൻ്റെ സഹോദരന്മാരെ ഇപ്പൊ അട്ടപ്പാടി റോട്ടിൽ പുല്ല് മുളയ്ക്കുന്നില്ല. ഓടി വഴിക്കുമ്പോൾ പുല്ല് മുളയ്ക്കുന്നില്ല. പിന്നീട് അവരുടെ ഉപദ്രവ ദേശത്ത് ഉണ്ടായിട്ടില്ല. ഇത് ചൊല്ലുന്നവർക്ക് എൻ്റെ അനുഭവം അറിയാം. ഹല്ലേലൂയ. ഈ ജപമാലിക്കുന്ന അത്ഭുത ശക്തിയുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ ആചരിച്ച് ബോധ്യം വന്ന ആചാരങ്ങളാണ് കത്തോലിക്ക സഭ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ കാർന്നമാരിലൂടെ പിതാക്കന്മാർ ആചരിച്ച് ബോധ്യം വന്ന വിശ്വാസവും വിശ്വാസ രീതികളുമാണ് എനിക്ക് നിങ്ങൾക്ക് കൈമാറി കിട്ടിയിരിക്കുന്നത്. അത് സന്ധ്യാപ്രാർത്ഥനയായാലും 25 നോമ്പായാലും 50 നോമ്പായാലും വ്രതങ്ങളായാലും എന്തു തന്നെ ആയാലും അത് അത്ഭുത ശക്തിയുള്ളതാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന നടത്തുന്നത് കത്തോലിക്ക സഭയുടെ ഒരു രീതിയാണ്. അതിന് തന്നെ അത്ഭുത ശക്തിയുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ സംഭവം നിങ്ങളോട് പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അട്ടപ്പാടിയിൽ എനിക്ക് അതിന്റെ ശക്തി ശരിക്കും ബോധ്യം വന്നു. അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യകാലത്ത് ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ നന്നായിട്ട് ഒരുങ്ങി തയ്യാറെടുത്ത് സർവ്വ സ്വരമുള്ള കാലം. ഇന്ന് സ്വരം കുറച്ച് ഡിമ്മാണ്. പക്ഷെ ആദ്യകാലത്ത് എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഭയങ്കര പവറാണ്. ഒരു 5 പേരോടെങ്കിൽ 5000 പേരോടെന്ന പോലെ ഞാൻ സംസാരിക്കും. അങ്ങനെ ശക്തി സംസാരിക്കുന്ന കാലം. പക്ഷെ എത്രമാത്രം ഊക്കോടെ സംസാരിച്ചാലും ശരി, ഒരു 10 പേര് 15 പേര് കൂടുതൽ ഒരു വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉണ്ടായില്ല. അട്ടപ്പാടി മൊത്തം മൈക്ക് സെറ്റ് വെച്ച് മൊബിലൈസേഷൻ നടത്തി എല്ലാ ഇടവേള വികാരിച്ചവർ ഒന്നിച്ച് അധ്വാനിച്ചാലും മാക്സിമം വരും 30-35 പേര് വരും. അതിൽ കൂടുതൽ അട്ടപ്പാടിയിൽ ആളുകളില്ല ധ്യാന കേന്ദ്രത്തിൽ. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പം നല്ല പ്രായമുള്ള കാർന്നോമാർക്ക് പാരമ്പര്യം അറിയാം.
അതിലൊരു കാരണവർ പറഞ്ഞു, അച്ഛൻ ഇവിടെ ചത്ത് പണിയെടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകില്ല, അച്ഛന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ തുറന്ന് പറ, എന്താണെന്ന് ചോദിച്ചു. ഉടനെ ചേട്ടൻ പറഞ്ഞു, സഭയിൽ ഇങ്ങനെ രീതിയുണ്ട്, 13 മണിക്കൂർ ആരാധന അച്ഛൻ കേട്ടിട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ 13 മണിക്കൂർ ആരാധന ആരാ ഇരിക്കുക എന്ന് ചോദിച്ചു. എനിക്കൊന്നും അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നില്ല. 13 മണിക്കൂറും മറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഇരിക്കുന്ന സാരമില്ല, 13 മണിക്കൂർ മറ്റും ഇരിക്കാൻ തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിച്ച നമുക്ക് അത്ര എളുപ്പമാണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അതൊക്കെ ചേട്ടന്മാർക്കും ചേട്ടത്തിമാർക്കും വരും, നമ്മളെ പോലുള്ളവർക്ക് അതൊന്നും പറ്റുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അച്ഛന് വേണമെങ്കിൽ മതി, ഞാൻ നിർബന്ധിക്കണമെന്നില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. രാത്രിക്ക് മുഴുവൻ ഈ ചേട്ടൻ്റെ സ്വരം, ഈ 13 മണിക്കൂർ ആരാധന എന്തുകൊണ്ട് വെച്ചുകൂടാ? എന്തായാലും ശരി, ഞാൻ എളുപ്പപ്പെട്ടു. ഞാനങ്ങനെ താവളം ഫൊറോന പള്ളിയിൽ വികാരിച്ചോട് പറഞ്ഞിട്ട് 1998 മറ്റേ തോന്നുന്നു 13 മണിക്കൂർ ആരാധന താവളം പള്ളിയിലാണ് വെച്ചു. എൻ്റെ ധാരണ ആരും വരില്ലെന്നുള്ള. എന്നിട്ട് ഞാൻ ആളുകളെ നോട്ടീസ് അടിച്ചറിയിച്ചു. പതിവുള്ളതുപോലെ എല്ലാ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം നോട്ടീസ് അടിച്ചറിയിക്കുന്നത് പോലെ ആളുകളെ നോട്ടീസ് അടിച്ച് വിവരം അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ ജനങ്ങളെല്ലാം എല്ലാ ഭാഗത്തു നിന്ന് വന്ന് പള്ളി നിറച്ചു ആളുകൾ. വേറെ വചന പ്രഘോഷണം ഒന്നുമില്ല, വെറുതെ ആരാധന മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആ 13 മണിക്കൂർ ആരാധന കഴിഞ്ഞ് അതിൻ്റെ ആശീർവാദം കൊടുത്ത്, അപ്പം അന്ന് ഈ ആരാധനയുടെ നിയോഗതാണ് അട്ടപ്പാടിയിലെ ശുശ്രൂഷയ്ക്കുള്ള തടസ്സങ്ങൾ വിട്ടുപോകുക, അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് കാണുന്ന അന്ന് അതിനുശേഷം കാണുന്ന കാഴ്ച എന്ന ഓരോ ആഴ്ച ആളുകൾ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. 30, 60, 100, 200, 500, 1000 ഇന്ന് 10,000 ആളുകൾ. അതും വെളുപ്പിന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ നിന്ന് ഒരു ചേച്ചി വന്ന്, ഒരു ടീച്ചർ വന്ന് പറഞ്ഞിങ്ങനെയാണ്, അച്ഛാ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താ ടീച്ചറെ, എനിക്ക് സാധിക്കുന്നെങ്കിൽ പരിഹരിച്ച് തരാം. ടീച്ചർ പറഞ്ഞു, ഞാൻ വെളുപ്പിന് 2 മണിക്ക് അപ്പനോട് പറഞ്ഞിട്ട് അപ്പനങ്ങളെ കൂട്ടി എഴുന്നേറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച ധ്യാനിക്കാൻ വന്നതാണ്. ചിന്തിച്ച് നോക്കും, 9 മണിക്കാണ് ധ്യാനം തുടങ്ങുന്നത്, അതിന് വെളുപ്പിന് 2 മണിക്ക് അട്ടപ്പാടിയിൽ നിന്ന് അപ്പനെയും എല്ലാവരും ആങ്ങളമാരെ കുത്തി എഴുന്നേപ്പിച്ച് ഈ ടീച്ചർ നടന്നു വന്നപ്പോൾ എല്ലാ സീറ്റും ഫുള്ള്. ആ ടീച്ചർ പറയാ, എന്നിട്ടും എനിക്ക് സീറ്റ് കിട്ടിയ ഞാൻ പുറത്തായി പറഞ്ഞു. നോക്ക്, അതുപോലെ ജനം ഇന്ന് അട്ടപ്പാടി വചനം കേൾക്കാൻ വേണ്ടി വരിക. ഈ സഖിയോൻ ധ്യാനകരുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വീടുണ്ട്, പൂവത്തുങ്കൽ എന്ന് പറഞ്ഞൊരു വീടാണ്. അപ്പോൾ പാലായിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് 2 സീറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു. ഇവർ 12:30, 1 മണിക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേനും കംപ്ലീറ്റ് ഫുള്ള്. നമുക്ക് തൊട്ട് ഫ്രണ്ട് കിടക്കുന്നവർക്ക് പോലും രാത്രിക്ക് 1 മണിക്ക് വന്ന സീറ്റില്ല. അതുപോലെ ജനം അത് കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയ. അതുപോലെ അഭിഷേകം അട്ടപ്പാടി തുറന്നതിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടിങ് ആ 13 മണിക്കൂർ ആരാധനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിന്റെ മറ്റൊരു അനുഭവങ്ങൾ നിങ്ങളോട് പറയാം. അമേരിക്കയിൽ 2002 മുതൽ 2004 വരെ കാലഘട്ടത്തിൽ ഒരുപാട് കേസുകൾ, അബ്യൂസ് കേസുകൾ ഉണ്ടായി. നമ്മുടെ അഭയ കേസ് പോലെ, അഭയ കേസ് 2 വൈദികർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നത്. അതുപോലെ അമേരിക്കയിൽ 400 വൈദികർക്കെതിരെ അബ്യൂസ് കേസുകൾ ഭയങ്കരമായി മീഡിയ അത് ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. ഒരുപാട് പേർക്കെതിരെ കോടതി വിധി വന്നു. മില്യൺസ് ആൻഡ് മില്യൺസ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. ഒരുപാട് രൂപതകൾ പാപ്പരായി. ബോസ്റ്റണൊക്കെ പാപ്പരായി പോയി. 85% കത്തോലിക്കലുള്ളൊരു പ്രദേശമാണത്, പക്ഷേ അതൊക്കെ പാപ്പരായി പോയി. അതുപോലെ ആ ദേശത്തെ സഭ ഞെരുങ്ങി, ഒരുപാട് നാണക്കേടുണ്ടായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അമേരിക്കൻ കത്തോലിക്ക സഭയുടെ കഥ കഴിഞ്ഞു. എന്നാൽ അവിടെ നല്ല പൗരുഷമുള്ള മത്താത്യാസിനെ പോലെയുള്ള കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരൊരുമിച്ച് കൂടിയപ്പോൾ അവർ പറഞ്ഞു, ഇത് നാശമല്ല, ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഉടനെ അവർക്ക് പരിശുദ്ധാത്മ ബോധ്യം കൊടുത്തു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നിത്യാരാധന ആരംഭിക്കുക. അവരനുസരിച്ച്, അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ കാത്തലിക്സ് ആണ്, അവരനുസരിച്ച് 1500 സ്ഥലങ്ങളിൽ, അമേരിക്കയിൽ 1500 സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള നിത്യാരാധന അമേരിക്കൻ സഭ ആരംഭിച്ചു 2004. 2008 അവസാനമായപ്പോഴേക്കും അമേരിക്കൻ സഭയുടെ സ്ഥിതി എന്താണെന്നറിയോ? 2008 അവസാനമായപ്പോഴേക്കും അമേരിക്കൻ സഭ തഴച്ചു വളർന്ന് അത്ഭുതമായ അഭിഷേകം ഉയർന്ന് അമേരിക്കൻ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ദൈവവിളി കൊണ്ട് സെമിനാരി നിറഞ്ഞ് കവിഞ്ഞ് പിന്നെ കുറേ യുവാക്കന്മാരെ തിരിച്ചുവിടേണ്ടി വന്നു. അതുപോലെ സഭയിൽ ദൈവവിളി, അമേരിക്കൻ യൂത്ത്, അമേരിക്കൻ യുവാക്കന്മാർ വൈദികരാകാൻ വേണ്ടി മുമ്പോട്ട് വരിക. ഹല്ലേലൂയ. അമേരിക്കൻ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2008 ഈ ദൈവവിളി നിറഞ്ഞ് കവിഞ്ഞു അത്ര സർപ്ലസ് ആയിട്ട് ദൈവവിളി വന്നു. ഇന്ന് അമേരിക്കൻ സഭ ചെയ്യുന്ന കാര്യം, ഒരുപാട് പേര് ഇപ്പോൾ അമേരിക്കൻ കത്തോലിക്ക സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ അവിടുത്തെ ബിഷപ്പുമാരും കാർഡിനൽസും ചേർന്ന് രൂപീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവര് ഒരു പേരിട്ടിരിക്കുകയാണ്, കം ഹോം, മാതൃഭവനത്തിലേക്ക് മടങ്ങുക. ഒരുപാട് പേര് ഇപ്പോൾ അമേരിക്കൻ കത്തോലിക്ക സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് പോയാൽ ഇവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ജനങ്ങൾ എങ്ങനെയോ അതുപോലെയാണ് ജനങ്ങൾ ജ്വലിച്ച് സ്തുതിക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അതുപോലെ വലിയ ഉണർവ് അവിടെ മലയാളികളുടെ ഇടയിലും അമേരിക്കൻ കത്തോലിക്കരുടെ ഇടയിലും കർത്താവ് അവരെന്താ ചെയ്തത്? അവർ വലിയ ഒന്നും ചെയ്യാൻ നിന്നില്ല. അവർ ചെയ്തത്, അവർ ശരിക്കും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 1500 സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കത്തോലിക്ക സഭ നമുക്ക് കൈമാറി തന്നുള്ള നല്ലൊരു പാരമ്പര്യമാണ് 13 മണിക്കൂർ ആരാധനയും 40 മണിക്കൂർ ആരാധനയും നിത്യ ആരാധനയും തിരുമണിക്കൂറും. കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ, ദേശത്തൊരു പ്രശ്നം വരുമ്പോൾ ആരാധനയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവശക്തി ഇറങ്ങും, ദൈവകൃപ വ്യാപരിക്കും. 25 നോമ്പിനും 50 നോമ്പിനും അതിൻ്റെ ശക്തിയുണ്ട്. വെള്ളിയാഴ്ച ആചരണങ്ങൾക്ക് അതിൻ്റെ അത്ഭുത ശക്തിയുണ്ട്. സന്ധ്യാപ്രാർത്ഥനയുടെ അത്ഭുത ശക്തിയുണ്ട്. വ്യഞ്ചരിച്ച കൊന്ത ഉപയോഗിക്കുന്ന അത്ഭുത ശക്തിയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? നടക്കണ്ട വഴി ശൈശവത്തിലെ നീ പരിശീലിപ്പിക്കണം, എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. വിശ്വാസം എന്നത് കുറച്ച് ഉണങ്ങിയ ആശയമാണെന്ന് ചിന്തിക്കരുത്. വിശ്വാസം എന്നത് ഉണങ്ങിയ ആശയങ്ങൾ മാത്രമല്ല, അത് ജീവനും അത് ഊർജ്ജസ്വലത നിറഞ്ഞ ദൈവിക ചൈതന്യമാണത്. അത് കണ്ണു നിറയെ കണ്ട്, ചെവി നിറയെ കേട്ട്, ഹൃദയം നിറയെ അനുഭവിച്ച്, കുടുംബത്തിൽ പുതുതലമുറ കണ്ടും കേട്ടും അനുഭവിച്ച് രുചിച്ചും കുടിച്ചും വളരേണ്ട സംഗതിയാണ് ആത്മീയത. കുടുംബത്തിൽ അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം, അതിനുവേണ്ടി പണം ചെലവഴിക്കണം. നമ്മുടെ ഇടവകളിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നത്, ഇടവകളിൽ 10 ദിവസം കൊന്ത നമസ്കാരം വെക്കുന്നത്, ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശിന്റെ വഴി വെക്കുന്നത്, 25 നോമ്പ് ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഇടവകയിലെ ബിഷപ്പുമാർ വരുന്നത്, അല്ലെങ്കിൽ ആ ഇടവകയിലെ വികാരിച്ചിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ധ്യാനങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം വിശ്വാസത്തിന്റെ ആഘോഷങ്ങളാണ്. വിശ്വാസം എന്നത് ഒരു ആഘോഷമായി നമ്മൾ കൊണ്ടാടണം. വിശ്വാസത്തിന്റെ ഓരോ ആഘോഷം നടക്കുമ്പോൾ ആ പുതുതലമുറ കണ്ട് കേട്ട് രുചിച്ച് മണത്ത് ഹൃദയത്തിലേക്ക് ആവഹിക്കേണ്ട ഒരു സംഗതിയാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ ടി വിയിൽ 2 വചനം കേട്ടെന്ന് വിചാരിച്ച് ശരിയാവുമെന്ന് വിചാരിക്കരുത്. വചനം നല്ലത് തന്നെ. ഇടവക പള്ളിയിലേക്ക് പോകണം. കുടുംബത്തിലും ഇടവക പള്ളിയിലും കേന്ദ്രീകരിച്ച ഒരു ആത്മീയത ഉണ്ടാകണം. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. പണ്ടൊക്കെ ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരി ജനമുണ്ട്. ഇന്ന് അട്ടപ്പാടി വരുന്ന ആ ആദ്യ വെള്ളിയാഴ്ച വരുന്ന ജനങ്ങൾ ചോദിച്ചു നോക്കിയേ, അവരുടെ ചെറുപ്പകാലത്ത് അവർ പഠിച്ചിരുന്ന സ്കൂളുകളിൽ ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരവും കുർബാനയും ഉണ്ടായിരുന്നു. ആ അനുഭവത്തിൽ നിറഞ്ഞ ജനമാണ് ഇന്നും ഈ പ്രായമായ കാലത്തും ഈ കൊടും പ്രതികൂലമുള്ള സമയത്തും അവർ ആദ്യ വെള്ളിയാഴ്ചകളിൽ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ സമയവും പണവും എല്ലാം മാറ്റിവെച്ച് അവർ ദൈവസന്നിധിയിലേക്ക്, അവർ ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിക്കണം, തിരുഹൃദയ പ്രതിഷ്ഠകൾ നടത്തണം, വീട് വെഞ്ചരിപ്പുകൾ നടത്തണം, കുട്ടികളെ വേദവാർത്തന് വിടണം. അന്ന് ഞായറാഴ്ച ട്യൂഷനുണ്ട്, എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. ആ എൻട്രൻസ് കോച്ചിങ് ട്യൂഷനുമാണ് സർവ്വപ്രധാനം. ചിന്തിക്കരുത്. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ചുറ്റുള്ള ഒരുപാട് പേര് മതത്യാഗത്തിൽ ജീവിക്കുന്ന കാലമാണ്, വിശ്വാസം ഉപേക്ഷിക്കുന്ന കാലമാണ്. എന്റെയും നിങ്ങളെയും സൂക്ഷ്മത ഏൽപ്പിച്ച ഓരോ മകനെയും മകളെയും വിശ്വാസമുള്ളവരായി ദൈവത്തിൽ തിരിച്ചേൽപ്പിച്ചാൽ ജീവന്റെ കിരീടം നിങ്ങൾക്ക് കിട്ടും. മലാക്കി പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരപ്പനോട്, ഒരമ്മയോട്, എന്നോടും നിങ്ങളോടും ദൈവം പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിച്ച മക്കളെ, ഇടവകയുടെ മക്കളാകട്ടെ, കുടുംബത്തിലെ മക്കളാകട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച മക്കളെ ദൈവഭക്തരായ മക്കളായി എന്നെ തിരിച്ചേൽപ്പിക്കാതെ മറ്റെന്ത് തന്നാലാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക? ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നന്നായിട്ട് ഉയർത്തുക. ഇത് കുട്ടികൾ കാണട്ടെ, ഇത് സമൂഹം കാണട്ടെ. അങ്ങനെ കണ്ടും കേട്ടും ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നവരെല്ലാം വിശ്വാസത്തിന്റെ നിറപ്പകട്ടാർന്ന ഓർമ്മകളോടെ ഇവിടുന്ന് പോകട്ടെ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തട്ടെ. നന്നായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, വിശ്വാസത്തിന്റെ ആത്മാവേ, ആദിമ സഭയിൽ നിറഞ്ഞ ആത്മാവേ, ഇന്ന് ഈ രാത്രിയിൽ ഈ സമൂഹത്തിലേക്ക് അതിശയമായി ഇറങ്ങി സഭയെ കെട്ടിപ്പണിത് വളർത്താൻ തക്കവണ്ണം ഒരു ആവേശമായി, ഒരു ഉണർവായി, ഒരു അഭിഷേകമായി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ, അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ശക്തി നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ, ശക്തി നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ
ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയുണ്ടെന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളുണ്ടെന്നും അത് സത്യമാണെന്നും അറിയാൻ അഭിഷേകം ചെയ്യണമേ. ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ. ശക്തിയേക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയേക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. 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 അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സർവശക്തിയോടും കൂടെ വിശ്വാസത്തിന്റെ ആത്മാവിനെ ദൈവജനം ഒറ്റ ഹൃദയത്തോടെ ഏക മനസ്സോടെ ഈ രാത്രിയിൽ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
ആകാശദീപങ്ങൾ മിഴി തുറന്നു ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ രോഗികൾ തങ്ങളുടെ രോഗപീഡിതമായ ശരീരത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗമുള്ള മേഖലകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് പ്രവഹിക്കുകയാണ്. ക്യാൻസർ രോഗങ്ങളുള്ളവർ ആ രോഗബാധിത മേഖലയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെക്കുക. കുഞ്ഞുങ്ങൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഇപ്പോൾ പലതരത്തിലുള്ള അസ്ഥി സംബന്ധമായ പീഡകളാൽ ഞെരുങ്ങുന്നവർ ആ അസ്ഥി വേദനയിലേക്ക് കൈകൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനം മുഴുവൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രോഗികളുടെ നാഥനായ കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ നാമം ഇപ്പോൾ ഓരോ രോഗികളുടെ മേലും നിറയട്ടെ. രോഗത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. മാറാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പകർച്ചവ്യാധികൾ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓ ദൈവമേ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗവും അതിൻ്റെ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗങ്ങൾ സൗഖ്യപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും അരൂപികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും അരൂപികൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു ആകാശദീപങ്ങൾ മിഴി തുറന്നു ആഗതനീശോയെ ആരാധിക്കാൻ ആയിരമായിരം സ്തുതികളുമായി ആരാധനയ്ക്കായി അണഞ്ഞിടുന്നു